أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض، مثل نوره كمشكاة فيها مصباح، المصباح في زجاجة، والزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار، نور على نور، يهدي الله لنوره من يشاء، ويضرب الله الأمثال للناس، والله بكل شيء عليم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال، رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار، ليجزيهم الله أحسن ما عملوا ويزيدهم من فضله، والله يرزق من يشاء بغير حساب.
ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഏറെ ആനന്ദം നിറഞ്ഞു അതിലേറെ ആഹ്ലാദം തുളുമ്പുന്ന നിമിഷങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ പ്രതികൂല കാലാവസ്ഥ ആയിട്ട് പോലും, ആ സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കുറേയേറെ മാതാപിതാക്കളും കൗമാരക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഉമ്മമാരും ഇങ്ങനെ ഒരു കുടുംബമായി നിറഞ്ഞിരിക്കുമ്പോ അത്തരം സദസ്സുകൾ കാണും എപ്പോഴത്തെയും പോലെ ആനന്ദമാണ്, ആഹ്ലാദമാണ്. അൽഹംദുലില്ലാഹ്. നമ്മള് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളില് ആശങ്കകളായോ വേവലാതികളായോ കൊണ്ട് നടക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഒരുപക്ഷെ അത്രയേറെ ആശങ്കകളോടെ ജീവിക്കുന്നത് കൊണ്ടാവാം ഇന്നിവിടെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒത്തുകൂടി ചേർന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ കൂടിച്ചേരൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും പരിപൂർണമായും നമ്മളോടൊപ്പം കൂടെ കൂട്ടി ആ ആശയങ്ങളെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും കൊണ്ടുപോവാൻ ഓരോരുത്തർക്കും സാധിക്കും. ഒരു പ്രാർത്ഥന ഗാനത്തോടുകൂടി തുടങ്ങുകയാണ്. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതു തിരുമുമ്പിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടരത് വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ ഓരോ കുടുംബങ്ങളിൽ നിന്നും വന്ന് ഇവിടെ വലിയ ഒരു കുടുംബമായി ഒരുമിച്ചിരിക്കുന്ന, ഏറെയും നിറഞ്ഞിരിക്കുന്ന സ്ത്രീകളെയും അതുപോലെ കുടുംബനാഥന്മാരെയും കാണുമ്പോൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്തു പറയുന്നതോടൊപ്പം എന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എന്റെ കരിയർ, എന്റെ വിദ്യാഭ്യാസം എന്നിൽ ഏൽപ്പിച്ച കുറെ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും എന്റെ ക്ലിനിക്കുകളില് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എന്റെ അനുഭവങ്ങൾ കൂടിയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കാറുള്ളത്. പല അനുഭവങ്ങളും അത് അനുഭവിക്കുന്ന, ആ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് അവരനുഭവിക്കുന്ന പ്രയാസങ്ങള് ഇനിയൊരാളും മറ്റൊരാളും ഈ ഭൂമിയിൽ അനുഭവിക്കരുതേ എന്ന പ്രതീക്ഷയോടെ, എന്ന ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടും കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന സമ്മതത്തോടുകൂടി പലപ്പോഴും പങ്കുവെക്കാറുണ്ട്.
അത്തരം അനുഭവങ്ങൾ തന്നെയാണ് ഇന്നും അവരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി അനുമതിയോടുകൂടി നിങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുന്നത്. ഒരു വേള ഞാനോ നിങ്ങളോ അത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായി തീരാതിരിക്കുവാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ്, ആഗ്രഹമാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ഉള്ളത്. ഒരുപക്ഷെ അത് പരലോകമോക്ഷമാണ് എങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് സ്വസ്ഥവും സമാധാനപൂർണവുമായ ഒരു ജീവിതം, സന്തോഷവും ആനന്ദവും നിറഞ്ഞ, കണ്ണിന് കുളിരേകുന്ന ഒരു ജീവിതം എനിക്കും എന്റെ കുടുംബത്തിനും, ഞാൻ അറിയുന്നവർക്കും, എന്റെ കുടുംബാംഗങ്ങൾക്കും, എന്റെ അയൽപക്കക്കാർക്കും, എന്റെ നാട്ടുകാർക്കുമെല്ലാം ഉണ്ടാവേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടൊപ്പം അതൊരു പ്രയത്നമായി കൂടി മാറ്റണമേ എന്ന പ്രതീക്ഷയാണ്, ആശയാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവം വച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ മുമ്പേ 7 വർഷങ്ങളായി ഞാൻ എന്റെ ക്ലിനിക്കൽ ലൈഫ് തുടങ്ങിയിട്ട്, ഡോക്ടറായി കോഴ്സ് കഴിഞ്ഞും കെംസിറ്റി മെഡിക്കൽ കോളേജിൽ നിന്നും ആയുർവേദിക് മെഡിസിൻ കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നു മുതല് എന്നെ പോലെയുള്ള മനുഷ്യന്മാര്, മജ്ജയും മാംസവും വികാര വിചാരങ്ങളും ചിന്തയും ഒക്കെയുള്ള ആളുകള് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ക്ലിനിക്കിൽ വരും. അന്നു മുതലുള്ള അനുഭവങ്ങളിൽ നിന്നും പലപ്പോഴും എന്റെ ഉള്ളില് എനിക്ക് തോന്നാറുള്ള, ഞാൻ ചിന്തിക്കാറുള്ള, ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ പലതുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് പലതാണ്. ഒരുപക്ഷെ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം നമ്മൾ, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം, സ്ഥാനമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം, പേരും പ്രശസ്തിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം, കുടുംബ മഹിമ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം. ഇങ്ങനെ പല വിധേയനയാൽ അനുഗ്രഹം ചൊരിഞ്ഞവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഒക്കെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹങ്ങളെല്ലാം പടച്ചോൻ ദൈവം നമുക്ക് നൽകിയ ഈ ഓരോ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങളുടെ അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന് അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അത് എന്താണോ എനിക്ക് നൽകിയ അനുഗ്രഹം, എന്തുകൊണ്ടാണോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, അതിനെ എനിക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റേണ്ടതുണ്ട്. ഈ ആസ്വാദനം, അതിനെ അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ, അതൊരു അനുഗ്രഹമായിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷം, നമ്മുടെയൊക്കെ കുടുംബത്തിനുള്ളിലുള്ള അവസ്ഥ, അത് ഏറ്റവും സമാധാനപൂർണവും ഏറ്റവും ആഹ്ലാദകരവുമായി തീരേണ്ടതുണ്ട്. ഇത് തോന്നാനുള്ള കാരണം, പലപ്പോഴും ക്ലിനിക്കിലേക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അസ്വാസ്ഥതകളും ഒക്കെ അനുഭവിച്ച് ഒരുപക്ഷെ ശാരീരികമായോ മാനസികമായോ, ശാരീരികമായി ഉള്ളതിനേക്കാളും മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ആളുകള്, ഒരുപക്ഷെ ഒരുപാട് ധനമുള്ള ആളുകള്, സമ്പത്തുള്ള ആളുകള്, അതുപോലെ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളുകള്, ഈ പറഞ്ഞ നേരത്തെ നമ്മള് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെയുള്ള ആളുകളും ആ ഗണത്തിൽ പെടാറുണ്ട്. അപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും, ഇതൊക്കെ പടച്ചോൻ കൊടുത്തിട്ടും എന്തുകൊണ്ടാ സമാധാനമില്ലാത്തത്, എന്തുകൊണ്ടാ സ്വസ്ഥതയില്ലാത്തത്, അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊന്നും എന്തുകൊണ്ടാ ആസ്വദിക്കാൻ പറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഇരിക്കുന്ന, നമ്മളെപ്പോഴും ഉൾക്കൊള്ളുന്ന, നമ്മളിങ്ങനെ ജനിച്ചു വളർന്നു വരുന്ന സമാധാനക്കൂട് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന മസ്കൻ എന്നറിയപ്പെടുന്ന ആ ഇടമുണ്ടല്ലോ, നമ്മുടെയൊക്കെ വീട്, ആ വീട്, നമ്മുടെയൊക്കെ ആ കൂട്, നമ്മുടെയൊക്കെ ആ ഇടം, അത് ഏറ്റവും സ്വർഗമാക്കി തീർക്കാത്തത് കൊണ്ടാണ്, അത് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാത്തത് എന്ന് എന്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒന്നാണ്. ഒരുപക്ഷെ എന്നെ പോലെ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിനുള്ള ഒരു ആഗ്രഹമാണ്, വീട് അത് മസ്കൻ തന്നെ ആവണം. പരിശുദ്ധ ഖുർആനില് മസ്കൻ എന്നാണല്ലേ വീടിനെ വിളിക്കുന്ന പേര്, നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ അവിടെ ഇല്ലേ?
നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഒന്നാമത്തെ കാര്യം ലൈറ്റ് എന്റെ ഡയറക്ഷനിലേക്കാണല്ലോ ഉള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണുന്നില്ല, ഓരോ മുഖവും വളരെ വ്യക്തമായിട്ട് കാണുന്നില്ല. പിന്നെ ഇത്രയേറെ ആളുകൾ ഉണ്ടെന്നറിയാം. അപ്പൊ നിങ്ങളൊക്കെ എന്നെ കാണുന്നുണ്ട്, എന്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ പറയാനേട്ടാ. എല്ലാരും ഇല്ലേ? ഇല്ലേ പെണ്ണുങ്ങളെ? ഉണ്ട്, എല്ലാരും ഉണ്ട്. ഓക്കെ, ഫൈൻ. ബാക്കിൽ നിന്നൊക്കെ വേവ് ചെയ്യുന്നുണ്ട്, എല്ലാരും കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒറ്റയ്ക്ക് പറയാൻ അറിയില്ല. കൂടെ കൂടി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ്. ഒരു കുറ്റ കുടുംബമായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം എനിക്ക് മാത്രമായിട്ടുള്ള അനുഭവങ്ങളല്ല. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു കുടുംബിനെയാണ്, ഉമ്മയാണ്, മകളാണ്, പെങ്ങളാണ്, മരുമകളാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ കുറെ റോളുകള് ജീവിതത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് വേഷങ്ങൾ ഒരേ സമയം, ഒരൊറ്റ വേഷമല്ല. നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടകത്തിലെ, നമ്മുടെ സിനിമയിലെ ഏറ്റവും മികച്ച നടിയാവാൻ, ഏറ്റവും മികച്ച നടനാവാൻ എനിക്ക് സാധിക്കണമേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല മകൾ അതെനിക്ക് ആവേണ്ടതുണ്ട്. ഏറ്റവും നല്ല പെങ്ങൾ അത് ഞാൻ ആവേണ്ടതുണ്ട്. എന്റെ ആങ്ങളമാരുടെ ഏറ്റവും മികച്ച പെങ്ങൾ എനിക്കാവണം. എന്റെ പെങ്ങന്മാരുടെ ഏറ്റവും മികച്ച ആങ്ങള എനിക്കാവണം. ഏറ്റവും നല്ല മകൻ, എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഏറ്റവും നല്ല മകൻ എനിക്കാവേണ്ടതുണ്ട്. പിന്നീട് ഭാര്യയാവുമ്പോ, ഭർത്താവായി തീരുമ്പോ ഏറ്റവും നല്ല ഭാര്യയായി മാറുവാനും, ഏറ്റവും മികച്ച ഭർത്താവായി മാറുവാനും, ഏറ്റവും നല്ല മരുമകളോ മരുമകനോ ആയി തീരുവാനും എനിക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥനയും പ്രയത്നവും നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മസ്കനില്ലേ, ആ കൂടില്ലേ, ആ വീടില്ലേ, അത് തീർത്തും സമാധാന കൂട് തന്നെയായി തീരും. അത്ര നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. അഥവാ എന്നിൽ അർപ്പിതമായ ചില ബാധ്യതകളുണ്ട്. ഒരു മകളായി ജനിക്കുന്നതോടുകൂടി ഞാൻ മകളാണ്. അവിടെ എന്റെ ബാധ്യത ഏറ്റവും നല്ല മകളാവുക എന്നതാണ്. ഒരുപക്ഷെ ഏറ്റവും നല്ല പെങ്ങളാവുക എന്നതാണ്. ഞാൻ ഭാര്യയായോ മരുമകളായോ മാറ്റം ചെയ്യപ്പെടുമ്പോ, ആ ഒരു ലെവലിലേക്ക് എനിക്ക് അപ്ഗ്രഡേഷൻ സംഭവിക്കുന്ന സമയത്ത്, മാറ്റം കിട്ടുന്ന, സ്ഥാനക്കയറ്റം കിട്ടുന്ന സമയത്ത്, ആ സ്ഥാനത്തിലും ഞാൻ ഏറ്റവും മികച്ചവളാവാൻ ശ്രമിക്കുമ്പോ നമ്മുടെ ഇടം അത് സമാധാന കൂടായി തന്നെ മാറാണ്. ഭൂമിയില് ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കനിന്റെ അർത്ഥം. സമാധാനമുള്ള ഇടം എന്നല്ല, സമാധാനമുള്ള ഇടം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും സമാധാനമുള്ള ഇടം. ചിന്തിച്ചു നോക്കൂ, അതെവിടെയല്ല, അത് മറ്റെവിടെയുമല്ല. ഞാൻ ഇരിക്കുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഇണയുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കൾ ഇരിക്കുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മക്കൾ ഇരിക്കുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന ആ കൂടാണ്, ആ വീടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോ അതിനെ ഇത്രയേറെ മനോഹരമാക്കി മാറ്റുവാൻ ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനെ കുറിച്ചാണ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളുവാനും, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവൂലേ, ഇതൊക്കെ കഴിച്ചു പോണ സമയത്ത് ഇവിടെ ഈ പന്തലിനുള്ളിൽ തന്നെ വലിച്ചെറിഞ്ഞു പോവാതെ നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മുടെ കൂടെ കൂട്ടി കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ എന്റെ അനുഭവത്തിലൂടെ കടന്നു പോവാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപേ എന്റെ ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ്. ഒരു മോനെയും കൊണ്ട് ഉമ്മയും ഉപ്പയും ക്ലിനിക്കിൽ വരികയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാല്, +2 കഴിഞ്ഞ മോനാണ്. ഈ മോനെ ഉമ്മ എവിടേക്കും പറഞ്ഞേക്കൂല, എങ്ങടും വിടൂല. വീടിന്റെ ഉള്ളിൽ അടച്ച് പിടിച്ച് ഉമ്മാന്റെ കസ്റ്റഡിയില്, ഉമ്മാന്റെ ചിറകിനുള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ എവിടെയും പോവാൻ സമ്മതിക്കൂല. ഇതിന്റെ ഗൗരവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമായിട്ടത് തുടങ്ങുന്നത്, കുട്ടി പുറത്തു പോട്ടെ, കളിക്കാനൊക്കെ യൂഷ്വലി പോയിരുന്ന കുട്ടിയാണ്. കൂട്ടുകാരുടെ കൂടിയൊക്കെ വളരെ ഫ്രീഡത്തോട് കൂടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാനും പറമ്പിലും പാടത്തൊക്കെ കറങ്ങാനൊക്കെ പോയിരുന്ന, സൈക്ലിങ്ങിനൊക്കെ പോയിരുന്ന ഒരു കുട്ടിയാണ്. ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ അവനുണ്ട്. നല്ല മോനാണ്. പെട്ടെന്ന് ഒരു ദിവസം ഉമ്മ പറയാണ്, ഇന്ന് പുറത്തു പോണ്ട, ഇന്ന് കളിക്കാൻ പോണ്ട, അന്ന് ഫുട്ബോൾ മാച്ച് ഉള്ള ദിവസം, അന്ന് പോവണ്ട. അങ്ങനെ അവന് പോയില്ല. അമ്മ പറയല്ല, അമ്മ പോണ്ടാന്ന് പറഞ്ഞത് കാരണം അവൻ പോവാൻ ഒരുങ്ങിയതുമില്ല. അമ്മനെ ധിക്കരിച്ച് പോകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. നല്ല മോനാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അവന് പോയില്ല, ഉമ്മയെ അനുസരിച്ച് വീട്ടിലിരിക്കാൻ. അടുത്ത ദിവസം ലഹറിന് പള്ളിയിൽ പോകുന്ന, ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഈ ഉമ്മ വീണ്ടും പിടിച്ചു വെക്കാം, പള്ളി പുറത്തു പോകണ്ട. അത് കഴിഞ്ഞ് അന്ന് ബാക്കിയുള്ള ഓരോ നേരത്തെ നമസ്കാരത്തിനും പള്ളിയിൽ പോവാൻ ഈ ഉമ്മ അവനെ വിട്ടില്ല. തുടർന്ന് ഓരോ ദിവസങ്ങളും പള്ളിയിൽ പോവാൻ പോലും കുഞ്ഞിനെ വിടാതെ ഉമ്മ വീട്ടിൽ പിടിച്ചു വെക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി.
അവന്റെ ഉപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പയും സംസാരിച്ചു ഭാര്യയുടെ അടുത്ത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പേടിയാണ്, പുറത്ത് വിടണ്ട, പുറത്തേക്ക് പോവണ്ട എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. പിന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ സ്ത്രീ ഉറങ്ങാതെ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് മകന് കാവലിരിക്കാൻ തുടങ്ങി. മോൻ ഉറങ്ങുന്ന റൂമിന്റെ വാതിലിന്റെ പുറത്ത് ഉമ്മ ഇരിക്കുകയാണ്. അവൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, അവന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടോ, അവൻ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ, അവൻ എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടോ. വല്ലാത്തൊരു ബേജാറ്, വല്ലാത്തൊരു ടെൻഷൻ, വല്ലാത്തൊരു ആങ്സൈറ്റി ഉമ്മ. അങ്ങനെ ഇത് ചികിത്സ തേടേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മയെയും കൊണ്ട് മകനും അവന്റെ ഉപ്പയും കൂടി ക്ലിനിക്കിലേക്ക് കൗൺസിലിങ്ങിന് വരുന്നത്. ഈ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി അത് പോസ്റ്റ് ട്രോമാറ്റിക് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അഥവാ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ട്രോമ, ഒരു പ്രയാസം സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തേക്ക്, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ആഘാതം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് അതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് കാലങ്ങൾ കൊണ്ട് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു തരം വേവലാതി, അതുമല്ലെങ്കിൽ ഒരു തരം പ്രയാസം, ഒറ്റപ്പെട്ട ഒരവസ്ഥ, ആരുമില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ, എന്തായി തീരുമെന്ന് ആലോചിച്ചു കൂട്ടുന്ന ഒരവസ്ഥ, ഇതിനൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് അസുഖങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരു അസുഖമായിരുന്നു ആ സ്ത്രീക്കെന്ന് മനസ്സിലായി. തുടർന്നുള്ള സംസാരത്തില് എന്തായിരുന്നു അവരനുഭവിച്ച ആഘാതം, ആ ട്രോമ എന്തായിരുന്നു എന്നിങ്ങനെ അസസ് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ പറയുണ്ടായി, ഒരിക്കല് ഈ കുട്ടി പഠിക്കുന്ന സ്കൂളില് +2 പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ 3 പിള്ളേര് MDMA ഉപയോഗിച്ചതിന്റെ പേരില് MDMA ജൂനിയേഴ്സ് ആയ കുറച്ച് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ ആ കുട്ടികളെ പിടിച്ചു. അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിപ്പിച്ചു. അതിലെ മകനും ഉണ്ടായിരുന്നു. അവരുമായിട്ട് അകന്ന ഫ്രണ്ട്ഷിപ്പിലുള്ള കുട്ടികളെല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കളെ വിളിപ്പിച്ചു, സംസാരിച്ചു, ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ ഒരു വലിയ ഒരു സംഭവ ബഹുലമായ ഒരു മൊമെന്റ് ആ സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് മുതല് ഈ ഉമ്മയുടെ ഉള്ളിൽ ആശങ്കയാണ്. ഈ ഉമ്മയുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു തരം വേവലാതിയാണ്, വെപ്രാളമാണ് ഈ മകനെ കുറിച്ച്. എന്റെ മോനും അങ്ങനെ ആയിത്തീരും. ഒരു വിധേന ഭർത്താവിന്റെ അടുത്ത് അത് പങ്കുവെക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും സമാധാനിക്കും, നമ്മൾക്ക് പടച്ചോനിൽ ഭരമേൽപ്പിക്കാം, മകന് ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കാം, മൊറാലിറ്റി പഠിപ്പിച്ചു കൊടുക്കാം, ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അവരെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് കൂടെ തന്നെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടെ ഈ സ്ത്രീ സോഷ്യൽ മീഡിയാസ് തുറന്നു കഴിഞ്ഞാലും പത്രത്താളുകൾ തുറന്നു കഴിഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കേൾക്കുന്ന വാർത്തകളും കാണുന്ന വാർത്തകളും അനുഭവങ്ങളും ന്യൂസുകളും ഒക്കെ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ആ പ്രായത്തിലുള്ള കൗമാരക്കാരായ കുട്ടികളിൽ അല്ലെങ്കിൽ കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് പ്രവേശിച്ച ഉടനെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. ഇതെല്ലാം കൂടെ കണ്ട് ആ സ്ത്രീ എടുത്തു പറഞ്ഞ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ട് മുമ്പേ ഉറക്കല്ല എന്ന് പറഞ്ഞു വന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉറക്കക്കുറവ് ആയിട്ട് വന്നൊരു സ്ത്രീ. ഈ ഉറക്കക്കുറവായിട്ട് വന്ന സ്ത്രീയും പറഞ്ഞ കാരണങ്ങളും ഈ മകനെ ഇങ്ങനെ കൂട്ടിലിട്ട് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് റെസ്ട്രിക്ട് ചെയ്ത് വളർത്തി ഈ ഉമ്മ പറഞ്ഞ കാരണങ്ങളും ഒന്നായിരുന്നു. ആ കാരണങ്ങൾ കുറച്ച് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ പരിചയപ്പെട്ടതുപോലെ കുറച്ച് പേരെ ഈ 2 ഉമ്മമാരും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതലാണ് ഇവരില് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. നമുക്കറിയാം, ആദ്യം പരിചയപ്പെട്ടത് ആഷിഖിനെയാണ്. ആഷിഖിനെ നമുക്കൊക്കെ അറിയാം അല്ലെ? ആഷിഖിനെ അറിയോ? ഹലോ, ആരാ ആഷിഖാരാ? ആരാ? അമ്മോന്റെ കുട്ടിയോ? അമ്മോന്റെ കുട്ടി ആഷിഖല്ല. അമ്മോനും മൂത്താപ്പൊക്കെ ചിലപ്പോ ആഷിഖൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ ആഷിഖല്ല ഈ ആഷിഖ്. അവന് ജന്മം നൽകിയതിന്, അവന് 9 മാസം 10 ദിവസവും ഗർഭം ചുമന്ന് നടന്ന് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവന് ജന്മം നൽകിയ 23 വർഷക്കാലം ഒരാണിന്റെ വാപ്പയുടെ സഹായ സഹകരണങ്ങളോ താങ്ങോ തണലോ ഇല്ലാതെ പണിയെടുത്ത് മകനെ പോറ്റി വളർത്തിയ പെറ്റുമ്മയെ, കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ച അവന്റെ ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന താമരശ്ശേരിക്കാരനായിരുന്നു ആഷിഖ്.
ഈ ആഷിഖിന്റെ വാർത്ത കണ്ടതോട് കൂടിയിട്ട് ഉമ്മാന്റെ ബേജാറ് കൂടാണ്. പഠിച്ചോനെ, ഈ ആഷിഖിനെ പോലെ കാവോ എന്റെ കുട്ടി. നമ്മളൊക്കെ ആ ബേജാറിൽ പെട്ടോരാ അല്ലെ? നമുക്കൊക്കെ ആ ബേജാറുണ്ടായിരുന്നു. ഉമ്മാനെയാണ് കഴുത്തറുത്ത് കൊന്നത്. ഒരു നിമിഷം ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് അവന് സ്വന്തം ഉമ്മയെയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മനുഷ്യന്റെ മാതാപിതാക്കളാ, മറ്റാരുമല്ല. ഏറ്റവും പ്രിയപ്പെട്ട ചങ്കുകൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടാവും. ഈ കൂട്ടുകാരോ നാട്ടുകാരോ അയൽപക്കക്കാരോ കസിൻസോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് നന്മ വരണമെന്ന് ആ മനുഷ്യന്റെ ഉയർച്ച കണ്ടുകൊണ്ട്, ആ മനുഷ്യന്റെ സന്തോഷം കണ്ടുകൊണ്ട് അവനേക്കാൾ സന്തോഷിക്കുന്നവൾ, അവനേക്കാൾ ആനന്ദം അനുഭവിക്കുന്നവൾ അവളുടെ ഉമ്മയാണ്, അവളുടെ ഉപ്പയാണ്, മാതാപിതാക്കളാണ്. അങ്ങനെയുള്ള ഉമ്മയെയാണ്, ആ ഉമ്മ എനിക്ക് ഉപദ്രവം ചെയ്യുമോ, ആ ഉമ്മ എനിക്ക് പലതിനും വിഘ്നം നിൽക്കുകയാണ്, എനിക്ക് പലതിനും തടസ്സമാണെന്ന് മനസ്സിലാക്കി നിഷ്കരുണം കഴുത്തറുത്ത് കൊല്ലുന്നത്. സങ്കടം കൊണ്ടോ ശപിച്ച വാക്കുകൾ കൊണ്ടോ ശാപവാക്കുകൾ കൊണ്ടോ പേരെടുത്തു പറഞ്ഞ ആഷിഖിനെ കുറിച്ചാണ്. അവന് കൊന്നത് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ഉമ്മയെയാണ്. ഒരു മനുഷ്യന് എന്നും നന്മ മാത്രം വരയണമേ എന്ന് തന്റെ പ്രാർത്ഥനകളിൽ എന്നും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, എത്ര വാഴ്ത്തി പാടിയാലും പുകഴ്ത്തി പറഞ്ഞാലും തീരാത്ത സ്നേഹത്തിന്റെ നിറകുടമായ ആ ഉമ്മയെയാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് എന്നറിയപ്പെടുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം എഴുതിയ വരികൾ എങ്ങനെയാണ് ഉമ്മയെക്കുറിച്ച്: എന്റെയുമ്മ നിലവിളിയുടെ മൗനമാണ്, കണ്ടു കരഞ്ഞ ചോപ്പാണ്, വിഴുപ്പലക്കി കാരം പൊള്ളിയ കൈത്തലമാണ്, അവയവങ്ങളരിഞ്ഞപ്പോഴും ശപിക്കാത്ത മാപ്പാടുമ്മ, അവയവങ്ങളരിഞ്ഞപ്പോഴും ശപിക്കാത്ത മാപ്പാടുമ്മ, കത്താത്തടുപ്പിലില്ലാത്ത കഞ്ഞിയിൽ തവിട്ടിളക്കുന്ന സാന്ത്വനമാടുമ്മ, പാലില്ലാഞ്ഞ് ചോരയൂട്ടിയ മുലയാടുമ്മ എന്റെയുമ്മ. ഇവിടെ എത്രയേറെ പുകഴ്ത്തി പാടിയാലും വരികൾ ഇങ്ങനെ ഉമ്മയെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും തീർത്താൽ തീരാത്ത സ്നേഹത്തിന്റെ ഗുണമാണ്. ഒരുപക്ഷെ ആ ഉമ്മയെ നിഷ്കരണം കൊല ചെയ്യണമെങ്കിൽ അവന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തോ അവനോടൊപ്പം ഉണ്ടായിരുന്നിരിക്കാം. നമുക്കറിയാം, വ്യക്തമാണ്, നമ്മൾ എല്ലാവരും പത്രത്താളുകളിലൂടെ വായിച്ചതാണ്. ലഹരിക്കടിമയായിരുന്നു. JDT എന്ന് പറയുന്ന കോഴിക്കോട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവന് ലഹരിക്ക് അടിമപ്പെട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിട്ടതാണ് ഉമ്മ. അവിടെ നിന്നാണ് ബ്രെയിൻ ട്യൂമറുള്ള ഉമ്മയെ സന്ദർശിക്കാൻ മകൻ വരുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ക്രിയ അവൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നും അതിങ്ങനെ മറന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും നിങ്ങളും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മിഹിറിനെയും ഷഹബാസിനെയും അതുപോലെ അഫാനെയൊക്കെ പരിചയപ്പെടുന്നത്. ഒരു മൂന്നാളെ നമുക്കറിയാം. മിഹിർ ആരാണ്? 14 വയസ്സ് ആയ ചെറിയൊരു മോനാണ്. കൂട്ടുകാരിൽ നിന്നും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഉമ്മയോടോ ഉപ്പയോടോ പങ്കുവെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവന് സമാധാനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൻ അവന്റെ ജീവൻ നൽകിക്കൊണ്ട് പകരം വീട്ടി. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിന് 24ാമത്തെ നിലയിൽ കയറി താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്യാണ് 14 വയസ്സുകാരൻ മിഹിർ.
അവനെ കുറിച്ച് കേട്ടപ്പോഴും നമ്മളൊക്കെ ഉള്ളിൽ ഗദ്ഗതം പറഞ്ഞു, പഠിച്ചോനെ എന്റെ കുട്ടി, ഞാൻ വളർത്തുന്നുണ്ട് മക്കളെ, എന്റെ മക്കള്, ഞാൻ കാണുന്ന എന്റെ കുഞ്ഞുങ്ങള്, ഞാൻ വളർത്തുന്ന എന്റെ കുഞ്ഞുങ്ങള്, ഞാൻ അറിയുന്ന മക്കൾ ആരും ഈ ദുർവിധിയിൽ അകപ്പെടാതിരിക്കട്ടെ. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴത്തിന്, ബുദ്ധിമുട്ടുകളോ ടെൻഷനോ ഉണ്ടാവുമ്പോഴത്തിന് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം കൊണ്ടങ്ങ് പകരം വീട്ടിയേക്കാം എന്ന ദുഷ്ചിന്തയിലേക്ക്, അത്രയും അപക്വമായ ചിന്തയിലേക്ക് എന്റെ മക്കൾ എത്താതിരിക്കണമേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്നിങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് ഷഹബാസിനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, ചങ്കുകൾ എന്നറിയപ്പെടുന്ന, അല്ലെ, നമ്മളെ കുട്ടികളുടെ ഭാഷയിൽ ചങ്സ് എന്നാ പറയാ. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാര്, ബെസ്റ്റീസ് എന്ന്, ചങ്കുകൾ എന്നൊക്കെ പറയാം. ആ വാക്കിന് എത്ര അർത്ഥ സമ്പുഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങള്. ചങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചേളാരിയിലെ ചങ്ക് തന്നെയല്ലേ? ഞങ്ങൾ നിലമ്പൂർ ഇതാണ് ചങ്ക്, ഇവിടെ ഇത് തന്നെയാണല്ലോ അല്ലെ. ചങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്താണ് ചങ്ക്, നെക്ക് പോർഷൻ. ഈ കഴുത്തിന്റെ ഭാഗത്തെയാണ് നമ്മള് ചങ്ക് എന്ന് പറയാ. ഈ കഴുത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. എന്താ? മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാല് തീർന്നൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കഴിഞ്ഞു. മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാല് ശ്വാസം കിട്ടാണ്ട് നമ്മൾ മരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക്, തലച്ചോറിലേക്ക് കണക്ഷൻ പോകുന്ന പ്രധാനപ്പെട്ട ജുഗുലാർ വെയിൻ, കരോട്ടിഡ് ആർട്ടറി പോലെയുള്ള പ്രധാനപ്പെട്ട കുറെ ആർട്ടറികളും വെയിനുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് ശ്വാസനാളം, അന്നനാളം ഒക്കെ തുടങ്ങിയിട്ട് ഈ ഭാഗത്തുള്ളത്. അത്രയേറെ മർമ്മപ്രധാനമായ ഒരു സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള്, നമ്മുടെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ മക്കൾ അവരുടെ കൂട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചങ്ക്സ്, അല്ലെ? അവരുടെ ചങ്കുകള് നമ്മൾ പഠിച്ചത് അവരിൽ നിന്നാണ്. ചങ്ക് എന്നുള്ള വാക്ക് പഠിച്ചത് ഈ ചങ്കുകളാ. ഇങ്ങനെ സ്നേഹിക്കുന്ന, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ചങ്കുകളാണ് തന്റെ കൂട്ടുകാരിൽ ഒരുവന് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു പെരുമാറ്റം കണ്ടതിന്റെ പേരില് എന്നാ അങ്ങ് തട്ടിക്കളയാമെന്ന് വിചാരിക്കുന്നത്. അവനെ അങ്ങ് ഇല്ലാതെയാക്കാം, അവനെ അങ്ങ് കൊന്നുകളയാമെന്ന് ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിഷ്കരുണം കൊല ചെയ്തില്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരനെ? തന്റെ ജീവൻ കൊണ്ട് പകരം വീട്ടേണ്ടി വന്നില്ലേ? ഷഹബാസ് മരിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇന്നും അവൻ ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ ഷഹബാസിനെ പോലെ ഞങ്ങളെ മക്കൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. ഷഹബാസിന്റെ കൂട്ടുകാർക്ക് തോന്നിയ ദുഷ്ചിന്ത ഉണ്ടല്ലോ, മൃഗത്തിനേക്കാൾ അധപ്പതിച്ച ചിന്ത. മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവര് ഉപദ്രവിക്കുക ഭക്ഷണത്തിന് വേണ്ടി മാത്രം, വിശക്കുമ്പോ മാത്രം അവര് പരസ്പരം ഉപദ്രവിക്കുന്നത്. വിശക്കുന്ന സമയത്ത് ഭക്ഷണമാക്കേണ്ട മൃഗങ്ങളെ മാത്രമേ പരസ്പരം അവർ ഉപദ്രവിക്കുകയുള്ളൂ. അതുകൊണ്ട് മൃഗതുല്യം എന്ന് പറയാൻ വയ്യ, പൈശാചികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൈശാചികമായ ഈ ചിന്തയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ഷഹബാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഫാനെ പരിചയപ്പെടുകയാണ്. അഫാൻ ഒരു പക്ഷേ കുറച്ചും കൂടെ ആഴത്തിലും അർത്ഥത്തിലും നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഷഹബാസിനെ, അഫാന്റെ ഹിസ്റ്ററി മുഴുവൻ മാസ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയായിരുന്നു. അതൊരു സീരിയസ് മേർഡർ ആയിരുന്നു, സീരിയൽ മേർഡർ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതൊക്കെ നമ്മൾ പത്രത്താളുകളിലൂടെ പലതരത്തിലുള്ള ഡോക്ടർമാരുടെയും സൈക്കോളജിസ്റ്റുമാരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ഒക്കെ റൈറ്റപ്പുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പഠിച്ചെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതോടൊപ്പം കുടുംബത്തിലുള്ള അത്ര തന്നെ പ്രിയമേറിയ 4ഓളം ആളുകളെ തലക്കടിച്ച് കൊന്നത് എന്തുകൊണ്ടാണ്? ഈ ഷഹബാസ് ആണെങ്കിലും അഫാൻ ആണെങ്കിലും ആഷിഖാണെങ്കിലും മിഹിർ ആണെങ്കിലും ഇവരെയൊക്കെ വാർത്തെടുത്ത, ഇവരെയൊക്കെ വളർത്തി വലുതാക്കി ഈ രൂപത്തിൽ എത്തിച്ച ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുണ്ട്. അതുമല്ലെങ്കിൽ കുറച്ചും കൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മയും ഉപ്പയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവരിലേക്കാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഇങ്ങനെ എത്തിച്ചേരുന്നത്. ഒരിക്കലും അഫാൻ ഒറ്റ നിമിഷം കൊണ്ട് അഫാനായി മാറിയതല്ല. ജനിച്ചപ്പോഴേ അവനൊരു കൊലയാളിയായി വന്നവനല്ല. മിഹിർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ജനിച്ചു വീണവനല്ല. ഷഹബാസിന്റെ കൂട്ടുകാര് കൂടെയുള്ള ഒരുത്തനെ കൊല ചെയ്യണമെന്ന നീയത്തോടുകൂടി ജനിച്ചു വളർന്നവനല്ല, ജനിച്ചവരല്ല ഇവരാരും. ആഷിഖ് ഈ രൂപത്തിൽ ലഹരിക്ക് അടിമപ്പെടണമെന്ന് ആഗ്രഹിച്ച് ജനിച്ചവനല്ല. പക്ഷേ ജനിച്ച് അവരെ ഈ രൂപത്തിലേക്ക് എത്തിച്ച വളർത്തലുകൾ ഉണ്ടായിരുന്നു, വളർന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
ഇവിടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഞാൻ ഈ എടുത്തു പറഞ്ഞ 4 പേരെയും ഞാൻ ആ രൂപത്തിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ വളർച്ചയില് നമ്മളൊക്കെ ശപിച്ചിട്ടുണ്ട്, അവരെ ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കുള്ളിൽ ഇന്നും അവരെ വെറുക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ഓർക്കണം, ആ മക്കളെ നമ്മൾ വെറുക്കുമ്പോഴേ, നമ്മൾ അവരെയൊക്കെ അറപ്പ് കാണിക്കുമ്പോ, അവരെയൊക്കെ ശപിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എങ്ങനെ അവരായി തീർന്നു. കാരണക്കാര് മറ്റാരുമല്ല, നമ്മളാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഈ മക്കൾ ഇങ്ങനെയായി തീരാൻ കാരണക്കാരെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റപ്പെടുത്തുകയല്ല, ഒറ്റയ്ക്കാക്കുകയല്ല ചെയ്യേണ്ടത്, കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ചേർത്ത് പിടിക്കണം, താങ്ങും തണലുമായി മാറേണ്ടതുണ്ട്. എവിടെ പിഴവ് സംഭവിച്ചു നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്, എവിടെയാണ് പാകപ്പിഴവ് സംഭവിച്ചത്. അഫാന് നമുക്കറിയാം, അവന്റെ ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം വല്യമ്മയെ കൊല്ലാനാ പോകുന്നത്. വല്യമ്മയെ കൊന്നതിന് ശേഷം ഈ മകൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? വല്യമ്മയുടെ കഴുത്തിലുള്ള മാല എടുത്ത് ആ മാല വിറ്റ് ആ പണം കൊണ്ട് കടം വീട്ടാണ്. മാസ് സൈക്കോസിസ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനും, ഈ സീരിയൽ മേർഡേഴ്സ് ചെയ്യുന്ന ഒരാളുകളും 2 മേർഡറുകളുടെ ഇടയിൽ, 2 കൊലപാതകങ്ങൾക്കിടയിൽ നന്മ നിറഞ്ഞൊരു കാര്യം, നല്ല ഒരു കാര്യം, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യൂല. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ ഇവിടെ അവൻ ആ കടം വീട്ടാനാണ് ആ പണം ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത്രയേറെ അവന് അഭിമാനച്യുതി സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായ കടബാധ്യത അത്രയേറെ അവനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൻ നേരെ ചെന്നത് എളാപ്പയുടെ അരികിലേക്കാ. എളാപ്പയെ കൊല്ലാണ്. എളാപ്പാനെ കൊല്ലാൻ കാരണം എന്താ? എളാപ്പ അവന് കടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, ജനിച്ച ഓർമ്മ വെച്ച് അന്ന് മുതല് ഈ കണ്ട പ്രായം വരെ ഈ എളാപ്പ നാഴികയ്ക്ക് 40 വട്ടം അവനോട് പറയാറുണ്ടായിരുന്നു പോലും, ഈ ഒരിക്കലും ഗുണം പിടിക്കാൻ പോണില്ല, ഈ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല എന്ന്. സൈക്കോളജി പറയുന്നുണ്ട്, മെഡിക്കൽ സയൻസ് പറയാണ്, മനഃശാസ്ത്രം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്, ഞാനടക്കം നമുക്കെല്ലാവർക്കും, ഒരു മനുഷ്യന് ഭൂമിയിൽ ഏൽക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, ഏറ്റവും മാനസികമായി അയാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, അയാളെ മറ്റൊരാളുടെ മുൻപിൽ വെച്ച് കളിയാക്കുന്നതാണ്. അയാളെ മറ്റൊരാൾക്ക് മുൻപിൽ വെച്ച് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ശരിയല്ലേ? ഇല്ലേ? ഈ കണ്ടങ്ങളൊക്കെ ഇടയിൽ വെച്ചിട്ട് ഇന്ന ഒരാളങ്ങോട്ട് കളിയാക്കാം, ഞാൻ പൊട്ടിച്ചിരിക്കുവോ? ചിരിക്കോ? എല്ലാരും മുമ്പെന്ന് ചിലപ്പോ ചിരിക്കുമായിരിക്കും. പക്ഷെ എന്റെ ഉള്ളു ചിരിക്കുകയാണോ? അല്ല, ഒരിക്കലും അല്ല. എന്റെ ഉള്ള് ആ മുറിവിന്റെ വേദന കൊണ്ട് ഞാൻ പിടയായിരിക്കും. നമ്മള് മനുഷ്യന്മാരങ്ങനെയാ. ഒരാളുടെ മുൻപിൽ വെച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, നമ്മൾക്ക് കൂട്ടുകാരായ ആളുകളുടെ, നാട്ടുകാരായ ആളുകളുടെ, നമ്മുടെ കസിൻസിന്റെ, സിബ്ലിങ്സിന്റെ ഇടയിൽ വെച്ച് കളിയാക്കപ്പെടുക, കുറ്റപ്പെടുത്തപ്പെടുക എന്ന് പറയുന്നത് അത്രയേറെ അഭിമാനച്യുതി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതാണ് ഈ എളാപ്പ പലപ്പോഴുമായി പലരുടെയും മുൻപിൽ വെച്ച് ഈ കുട്ടിയെ കളിയാക്കാറുണ്ടായിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം പക്വതയില്ലാത്ത അവന്റെ ബുദ്ധിയിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു മാനസിക അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചിട്ടുണ്ടാവുക. പറഞ്ഞു വരുന്നത്, മിഹിർ എന്ന് പറയുന്ന കുട്ടി 24 നിലയുടെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത മകൻ ഉമ്മയെ കൊണ്ട് അല്ലെങ്കിൽ ഉപ്പയാൽ മാത്രം സംരക്ഷിക്കപ്പെട്ടവനാ. കാരണം അവർ രണ്ടുപേരും പിരിഞ്ഞു ജീവിക്കുന്നവരാണ്. ഉമ്മയും ഉപ്പയും പിരിഞ്ഞു ജീവിക്കുന്നവരാണ് വർഷങ്ങളായിട്ട്. ഒന്നുകിൽ ഉമ്മയോടൊപ്പം മാത്രം, അല്ലെങ്കിൽ ഉപ്പയോടൊപ്പം മാത്രം. പലപ്പോഴും ഉമ്മയും ഉപ്പയും ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിൽ, ഉമ്മയും ഉപ്പയും സ്നേഹത്തോടെ അവര് പരസ്പരം സ്നേഹിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അവര് വഴക്കിടുന്നത്, അവര് തമ്മിൽ ഇങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നത്, അവർക്കിടയിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുന്നത് എനിക്ക് കാണാതിരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ പലപ്പോഴും ആ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം ഇത്രയേറെ മാനസികാരോഗ്യം കുറഞ്ഞ് ക്ഷയിച്ച് ഈ പ്രയാസം പോലും തരണം ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കുഞ്ഞിന് ഇല്ലാതായി പോയത്. ഈ ഉദാഹരണങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മള് മുമ്പിൽ, എനിക്കും നിങ്ങൾക്കൊക്കെ മുൻപിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളാവാം കാരണക്കാർ. ഒരുപക്ഷെ നമ്മളായിരിക്കാം കാരണക്കാരെങ്കിൽ അവര് ശപിക്കുന്നതിന്റെ മുമ്പേ, അവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ മുമ്പേ, എനിക്കിങ്ങനെ ഒരു മകനേ ഇല്ല, എനിക്കിങ്ങനെ ഒരു മകളേ ഇല്ലെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുന്നതിന് മുൻപേ നമ്മൾ ചിന്തിക്കണം,
കൗമാരക്കാരാണ്, നമ്മുടെ മക്കളാണ്, നാളെയുടെ പ്രതീക്ഷയാണ്, നാളെയുടെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയല്ല. പ്രായത്തിന്റെ ചാബല്യം കാരണം ഒരുപക്ഷെ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. ചേർത്ത് പിടിച്ചുകൊണ്ട്, ഗുണദോഷിച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, നല്ല പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട്, സ്വജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നല്ല മാതൃക സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാവണം, നമ്മൾ എങ്ങനെയെല്ലാം ആയിത്തീരേണ്ടതുണ്ട് എന്ന വലിയ പാഠം ഈ 7 വർഷത്തെ അനുഭവങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കിയൊന്നുണ്ട്. പലപ്പോഴും അനുഭവങ്ങളെ ഓരോന്നും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോഴേ, വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ യാത്രയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒന്നുണ്ട്. ഇന്നുണ്ടായ ഓരോ അനുഭവങ്ങളും, എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാര്, എത്ര കുടുംബാംഗങ്ങളാണ് സങ്കടപ്പെട്ട് വിഷമിച്ച് കണ്ണുനീരൊഴുക്കി ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ ഇരിക്കുന്നത്, ഇനി എങ്ങനെ ഇതിനെ പരിഹരിക്കുമെന്ന പ്രതിസന്ധിയിൽ ഇരിക്കുന്നവര്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെ ആ അനുഭവങ്ങൾ എനിക്കില്ലാതിരിക്കുവാൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഇല്ലാതിരിക്കുവാൻ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അനുഭവിക്കാതിരിക്കുവാൻ ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഞാൻ എങ്ങനെയെല്ലാം ആയിത്തീരേണ്ടതുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്യാതിരിക്കേണ്ടതുണ്ട്, ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടെത്തി നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ കുറച്ചു നേരം എന്താണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉമ്മയാണ്, ഉപ്പയാണ്. ഏറ്റവും ആദ്യം ഉമ്മമാരും ഉപ്പമാരും മാതാപിതാക്കളും രക്ഷിതാക്കളും ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവുക. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവുക, അഥവാ പുതിയതുകളെ പഠിച്ചെടുക്കുക. നമ്മൾ എന്നും പുതിയതായി തീരുക, പുതിയ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോഴും പഴമയില. പണ്ട് നമ്മൾ 16ലും 17ലും 18ലും 19ലും 20ലും നമ്മുടെ കൗമാരത്തിലും നമ്മുടെ യൗവനത്തിലും പഠിച്ചതിൽ നിൽക്കുക. അതിൽ നിന്നൊക്കെ ഇങ്ങ് ചാടി മക്കളോടൊപ്പം എത്താൻ ശ്രമിക്കുക, മക്കളോടൊപ്പം എത്തുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അപ്ഡേഷൻ. നമുക്കറിയാം, നമ്മള് ഫോണൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. രാത്രി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജിലൊക്കെ വെച്ചിട്ട് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടോ. നേരം വെളുക്കുമ്പോഴത്തേന് ഫോണിന്റെ പുതിയ വേർഷൻ, അപ്ഡേറ്റഡ് വേർഷൻ വന്നിട്ടുണ്ടാവും. വെൽക്കം ചെയ്യും ഫോണ്. നമ്മളെ ഫോൺ തുറന്നു നോക്കുമ്പോ അതിലെ പല ആപ്ലിക്കേഷൻസിന്റെയും രൂപമൊക്കെ മാറിയിട്ടുണ്ടാവും, അല്ലെ? കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. ക്യാമറയ്ക്കും അതുപോലെ വാട്സപ്പിനും അതിലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, കുറച്ചും കൂടെ പുതിയതായിട്ടുണ്ടാവും. അതിന്റെ ഉപയോഗം കുറച്ചും കൂടെ ഈസി ആയി മാറിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ അപ്ഡേഷൻ എന്ന് പറയാം. അതെന്തുകൊണ്ടാണ്? പുതിയ വേർഷൻസ് വന്നു, ഈ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ഏറ്റവും പുതിയത് അതിലേക്ക് ഡൗൺലോഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാര വികാരങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് അത് എന്നത് കുറച്ച് അനുഭവങ്ങളിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, എന്തിനാണ്? ഞാൻ ഉമ്മയല്ലേ, അല്ലെങ്കിൽ ഞാൻ ഉപ്പയല്ലേ? എത്ര പ്രായത്തിന് വ്യത്യാസമുണ്ട് വാപ്പയും മക്കളും തമ്മില്, അല്ലെങ്കിൽ ഉമ്മയും മക്കളും തമ്മില്, ഇല്ലേ? നമ്മൾ ഉമ്മയാണ് ഉപ്പയാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്നവർ തന്നെയാ പലപ്പോഴും. നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുള്ളത് എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പോലെ ആവണം, ഇല്ലേ? ചിലരിക്കാരെ, നിങ്ങളെ കുട്ടികൾ നിങ്ങളെ പോലെ ആവണ്ടേ? വേണ്ടാന്നാ. പിന്നെ ആരെ പോലെ ആവണ്ട? അയലോക്കത്തെ താത്താനെ പോലെയാണോ? കാക്കാനെ പോലെയാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണട്ടാ. നമ്മളുള്ളില് എന്നെ പോലെ ആവണ്ട, മൂപ്പരെ പോലെ ആയാ മതി, അല്ലെങ്കിൽ മൂപ്പത്തിയാരെ പോലെ ആയാ മതി എന്നാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാന് ഈ മകളെ വളർത്താൻ യോഗ്യനല്ലേ? കാരണം എന്റെ കുഞ്ഞ് ഉമ്മ അപ്പാന്ന് വിളിക്കാൻ പഠിച്ചത്, എന്റെ കുഞ്ഞ് ഓരോ അക്ഷരങ്ങളും പഠിച്ചത് എന്നിൽ നിന്നാ, എന്റെ ഇണയിൽ നിന്നാ, അവന്റെ ഉപ്പയിൽ നിന്നാ. അവന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നെയും അവന്റെ ഉപ്പയുമാണ്, എന്റെ ഇണയെയുമാണ്. അവൻ മാതൃകയാക്കുന്നത് ഞങ്ങളെയാണ്. അവൻ ഞങ്ങളെ മാതൃകയാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങളെ മാതൃകയാക്കണ്ട, അപ്പുറത്തെ താത്താനും കാക്കാനും നോക്കിക്കോ എന്ന് പറയുമ്പോ വളർന്നു വരുന്ന കുഞ്ഞ് ആലോചിക്കാണ്, ഇതെന്ത് കഥ? ഞാൻ ആരെ കണ്ടു പഠിക്കും? ഞാൻ ആരെ നോക്കി പഠിക്കും? അതുകൊണ്ട് എന്നെ പോലെ ആവരുത് എന്നാണ് നമുക്കുള്ളിൽ ഉള്ളത് എങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ എന്നെ പോലെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം? ഞാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? എന്റെ കുട്ടി എന്നെ പോലെ തന്നെ ആവണം.
എന്റെ കുട്ടി എന്നെ പോലെ തന്നെ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തക്ക രൂപത്തിൽ ഞാൻ എങ്ങനെയെല്ലാം വളരേണ്ടതുണ്ട്, ഞാൻ എന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് നമ്മൾ പഠിക്കണം. നമ്മളത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്നറിയോ? ക്ലിനിക്കിലെ ദേഷ്യത്തിന് ചികിത്സക്ക് വരും. ദേഷ്യല്ലേ ഞങ്ങളെ? ചിലർക്കാർക്കൊന്നും ദേഷ്യം എന്താന്ന് അറിയില്ലേ? അല്ലാ, ദേഷ്യമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നിങ്ങൾ ഒരു പക്ഷേ മുൻകോപ്പൊക്കെ കുറവുള്ള ആളുകളായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇടക്കരക്കാരൊക്കെ മൊത്തത്തിൽ കുറച്ചൊരു ദേഷ്യം കൂടിയ ആളുകളാ. മൂക്കത്താണ് ചുണ്ടി എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ള കുറച്ചൊരു മുൻകോപമൊക്കെ ഉള്ള ആളുകളാ. അപ്പൊ ഈ ചികിത്സക്ക് വരുന്ന സമയത്ത് അവരവര് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ദേഷ്യം കുറച്ച് കൂടുതലാ ഡോക്ടറെ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പാപ്പയും ഇതേപോലെ ദേഷ്യക്കാരനായിരുന്നു. എന്റെ വാപ്പയും അല്ലെങ്കിൽ എന്റെ ഉമ്മയും ഇതേപോലെ ദേഷ്യക്കാരനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഉമ്മാനെയും ഉപ്പാനെയും കുറ്റം പറയരുത്. ദേഷ്യത്തിന് ഉമ്മയും ഉപ്പയും കാരണക്കാരല്ല. കാരണം ദേഷ്യം എന്ന് പറയുന്ന വികാരം, മുൻകോപം എന്ന് പറയുന്ന വികാരം, ഇറ്റ്സ് കൺട്രോളബിൾ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാ. എന്തേ? പെരയത്തെ കുട്ടികളോട് ദേഷ്യം പിടിക്കുമെങ്കിൽ അയലോകത്തെ കുട്ടി വരുമ്പോ ഭയങ്കര ഡീസന്റ് കാരം ഇല്ലേ? ഗ്ലാസ് പൊട്ടിച്ചത് നമ്മളെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 20 റുപ്യന്റെ ഗ്ലാസ്സിന് 2000 റുപ്യന്റെ വില കൊടുക്കേണ്ടി വരും അല്ലേ? ചീത്ത പറഞ്ഞിട്ടേ ആ കുട്ടീനെ അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ട് 2000 രൂപയുടെ മേന ഉണ്ടാവും ആ ചീത്തക്ക്. അയൽപക്കത്തുനിന്ന് കയറി വരുന്ന കുട്ടിയാണ് ഗ്ലാസ് പൊട്ടിച്ചതെങ്കിൽ അത് സാരല്ല, ക്ഷമിച്ചു കളാ, അത് പ്രശ്നല്ലേ, സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓനെ ഒന്ന് സമാധാനിപ്പിച്ച് നമ്മള് പറഞ്ഞേക്കും. അതിന്റെ അർത്ഥം എന്താ? ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുവേ, ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഓളോട് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റൂല. ആരോട്? വീട്ടിലുള്ള പ്രിയപ്പെട്ടവളോട്, ഭാര്യനോട്. ഓനോട് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റൂല. ആരോട്? പുയ്യാപ്പിളനോട്, മൂപ്പരോട്. മക്കളോട് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റൂല. ആരോട്? പെറ്റുപോറ്റിയ സ്വന്തം മക്കളോട്. അല്ലെ? ആരാന്റെ ഭാര്യനോടും ആരാന്റെ പുതിയാപ്പിളനോടും ആരാന്റെ മക്കളോടും നമുക്ക് ഒരു ദേഷ്യമില്ല. അപ്പൊ നമ്മള് സ്വയമേ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. മുൻകോപക്കാരിയാണ്, ദേഷ്യമാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവനാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ദമ്പതികൾക്കിടയിൽ വീടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് മുൻകോപം, ദേഷ്യം. അള്ളാന്റെ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വഭാവമായിരുന്നു അത്. ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വഭാവമായിരുന്നു. ഏറ്റവും വെറുക്കുന്ന ശബ്ദം ഏതായിരുന്നു? കഴുതയുടെ ശബ്ദമാണ് അല്ലെ? അലമുറയിടുന്ന ശബ്ദം. ആ ശബ്ദം പോലും ഇഷ്ടമില്ല എങ്കിൽ നമ്മളത് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് ആ മാതൃകയാക്കലിനെയാണ്. നമ്മളെ മാതാപിതാക്കള് മുൻകോപികളാണ് എങ്കിൽ എന്തുകൊണ്ടാ പ്രായം 50, 60 ഒക്കെ ആയിട്ട് ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്നിട്ട് എന്റെ വാപ്പ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മ ദേഷ്യക്കാരനായിരുന്നു, വാപ്പ ദേഷ്യക്കാരനായിരുന്നു എന്ന് 50, 60 വയസ്സായ മക്കള് പറയുന്നത്? എന്തുകൊണ്ടാ ഉമ്മയിലേക്കും ഉപ്പയിലേക്കും പഴിചാരുന്നത്? ഒരുപക്ഷെ കുഞ്ഞ് വളർന്നു വരുന്ന അവസ്ഥയില് 7 വയസ്സ് വരെ മാത്രം വളരുന്ന തലച്ചോറിനുള്ളിലേക്ക് ചെറിയ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാവുമ്പോഴത്തിന്, അസ്വാഭാവികത എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ഉണ്ടാവുമ്പോഴത്തിന്, രസിക്കാത്ത എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ഉണ്ടാവുമ്പോഴത്തിന് മുൻകോപിയായി എടുത്തു ചാടുന്ന ഉമ്മാനെ, ദേഷ്യം പിടിക്കുന്ന ഉപ്പാനെ, കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞുടക്കുന്ന വാപ്പാനെ ഉമ്മാനെയാണ് കാണുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ഇങ്ങനെയെല്ലാം ആയിത്തീരാം. ഇഷ്ടമില്ലാത്തത് കാണുമ്പോ ഇങ്ങനെയെല്ലാം ആയിത്തീരാമെന്ന വലിയ മാതൃകയാണ് അവൻ അവിടെ പഠിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മളാണ് പ്രിയപ്പെട്ടവരുടെ മക്കളുടെ മാതൃക. നമ്മൾ അവരുടെ മുൻപിൽ ഓടുക. മക്കൾ നമ്മെ കണ്ട് പഠിക്കട്ടെ, എന്നെ കണ്ട് പഠിക്കട്ടെ, എന്നെ പോലെ എന്റെ കുഞ്ഞായി തീരുമാറാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തോട് കൂടിയിട്ട് അവരുടെ മുൻപിൽ ഓടുന്നവരാ നമ്മള്. പക്ഷെ ഉണ്ടല്ലോ, യാഥാർത്ഥ്യം അതൊന്നുമല്ല. പുതിയ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന് ഒരു പേരുണ്ട്, റോബോട്ടിക്സ് യുഗം അല്ലെ? റോബോട്ട്സുകളുടെ കാലഘട്ടത്തിൽ എല്ലാം ചെയ്യുന്നത് റോബോട്ടുകളാ അല്ലെ? ഉമ്മാനെയും വാപ്പാനെയും പോലും അടുത്തൊരു കാലം ആവുമ്പോഴത്തേനും ഉമ്മാനെയും വാപ്പാനെ വരെ റോബോട്ടുകൾ തരും നമുക്ക്. ഉമ്മയും വാപ്പയാന്റെ ഒക്കെ റോളിൽ ഒരു പക്ഷെ റോബോട്ടുകൾ വന്നേക്കാം അല്ലെ? എല്ലാത്തിന്റെയും റോളിൽ റോബോട്ടുകൾ ഉണ്ട്. AI നിങ്ങളൊക്കെ കേട്ട് കാണാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. എന്ത് നമ്മൾ മൊബൈൽ ഫോണിൽ ചാറ്റ് GPT യോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരമുണ്ട് അല്ലെ? നിങ്ങൾക്കൊന്നും അറിയില്ലണ്ടേളെ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇത് ഞാൻ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിയണുണ്ടോ, തിരിയണില്ലേ, ഇത് എനിക്ക് മനസ്സിലാവണ്ടേ? വേണ്ടേ?
AI കുറിച്ച് പറയുമ്പോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഇല്ലേന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഒന്ന് ആട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ? കഴുത്തിനിടക്ക് ഇങ്ങനെയൊക്കെ ഒരു മൂവ്മെന്റ് വരുന്നത് നല്ലതാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കഴുത്തിൽ 7 എല്ലുകളുണ്ട്, സെർവൈക്കൽ ബോൺസ്. ഈ ബോൺസ് കുറെ നേരം ഇങ്ങനെ തന്നെ നിന്നാ പിന്നെ പുറേക്ക് ഇങ്ങനെ പോണ്ടി വരും, കഴുത്ത് തിരിയൂല. അതാ പ്രശ്നം. പിന്നെ 10-60 വയസ്സ് കഴിഞ്ഞ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 50-60 വയസ്സൊക്കെ മെനോപോസൽ ഏജ് ഒക്കെ ആവുമ്പോഴത്തേന് നമ്മുടെ കഴുത്തുകൾക്ക്, എല്ലുകൾക്കൊക്കെ ഡീജനറേഷൻ സംഭവിക്കും, തേയ്മാനം സംഭവിക്കും. അപ്പൊ അത് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇല്ലേന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കേണ്ടി വരും, ഇവിടെ ഒരു പിടുത്തൊക്കെ പിടിച്ച് കഴുത്ത് തിരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ നോക്കിയിട്ട് 60 ആയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഒറ്റപ്പെട്ട ഉമ്മമാരൊക്കെ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ആയ യുവതി യുവാക്കളാണ്. ആരോടാ അപ്പൊ ഇതൊക്കെ പറയണേ? ഒന്ന് ചിരിച്ചെങ്കിലും തന്നോടണ്ടയാളെ, ഒന്ന് കൈയടിച്ചെങ്കിലും പ്രോത്സാഹിപ്പിച്ചൂടെ? നിങ്ങളെ കുറിച്ചായി പറയണത്. ചേളാരിക്കാരെ, നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്മൈൽ ഈസ് എ തെറാപ്പി. സ്മൈലിംഗ് ഈസ് എ തെറാപ്പി. അതൊരു തെറാപ്പിയാണ്, ഒരു ചികിത്സയാ. ചിരിക്കണത് എന്തിനാ? ചിരിക്കുമ്പോ ആയുസ് കൂടും, ചിരിക്കുമ്പോ സൗന്ദര്യം കൂടും. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പുഞ്ചിരി ഒരു സ്വതക്കയാണ്, അല്ലേ? ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല സ്വഹാബിയുടെ കയ്യില്. തന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, പ്രവാചകരെ, എല്ലാരും എല്ലാം ദാനം കൊടുക്കുന്നുണ്ട്, എല്ലാം സ്വതക്ക കൊടുക്കുന്നുണ്ട് എല്ലാരും, എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഉടുത്ത ഈ തുണി മാത്രല്ല എന്റെ കയ്യിലുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, നീ കൊടുക്കുന്ന, നീ നൽകുന്ന ചെറു പുഞ്ചിരി പോലും നിനക്ക് സ്വതക്കയാണ്. നീ എല്ലാവരോടും പുഞ്ചിരിക്കുക, നീ എല്ലാവരോടും ചിരിക്കുക, നീ നിന്റെ ചുറ്റുമുള്ള ആളുകളോട് നല്ല വാക്കുകൾ പറയുക. ഇതൊരു സ്വതക്കയാണ് പ്രിയപ്പെട്ടവനെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിരിച്ചോളി, ചിരിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. കുറുമ്പും കുശുമ്പൊക്കെ മാറ്റി വെച്ചാളി. സെറോട്ടോണിനും ഓക്സിറ്റോസിനും ഹാപ്പി ഹോർമോൺസ് ഒക്കെ തലയിൽ അങ്ങോട്ട് ഉണ്ടാവട്ടെ, ആയുസ് കൂടട്ടെ, ആരോഗ്യം കൂടട്ടെ. ചിരിക്കുന്ന സമയത്ത് മുഖത്തെ 13 മസിൽസും 13 പേശികളും മൂവ് ആവുന്നുണ്ട്, സൗന്ദര്യം കൂടും. നാളെ കുട്ടീന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോ ടീച്ചർ ചോദിക്കും, ഇതാരാ നിന്റെ താത്തയാണോന്ന്, ഇല്ലേ? ഉമ്മാനോട് ചോദിക്കും, ഇതാരാ നിന്റെ താത്തയാണ്. പിന്നെ എന്ന് നമ്മൾ തന്നെ പോകൂലേ പാരന്റ്സ് മീറ്റിങ്ങിന്, അല്ലേ? മനുഷ്യന്മാർ അങ്ങനെയാ, പ്രോത്സാഹനം, അഭിനന്ദനങ്ങൾ ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക്. അതങ്ങനെയാണ് പഠിച്ചോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിരിക്കുക. അപ്പൊ ലേന്ന് ചോദിക്കുമ്പോ ഒന്ന് തല കൊണ്ട് ചെറിയൊരു ആക്ഷൻ ഒക്കെ കാണിക്കുമ്പോ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് റോബോട്ടിക്സ് യുഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ, അല്ലെ? നമ്മളിവിടെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫുള്ളി ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ വരാൻ പോവാണ്. നമ്മൾക്ക് സ്റ്റിയറിംഗ് പോലും നമ്മൾ പിടിക്കേണ്ട കാര്യമല്ല, ആക്സിലേറ്ററോ ബ്രേക്കോ നമ്മള് കാലിൽ വേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്ഥലത്ത് എത്തിക്കുന്ന വാഹനങ്ങളൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇതൊക്കെ റോബോട്ടുകളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വീട്ടുജോലികൾ ചെയ്യുന്ന റോബോട്ടുകളുണ്ട്, ഇല്ലേ? ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിലെ പണികളൊക്കെ എടുക്കുന്ന റോബോട്ടുകളുണ്ട്. അപ്പൊ ഈ റോബോട്ടിക് യുഗത്തിലാണ് നമ്മുടെ പുതിയ കുട്ടികൾ ഉള്ളത്. ഈ മക്കളുടെ ജനറേഷനാണ് ആൽഫ ജനറേഷൻ. ഈ ആൽഫ ജനറേഷന്റെ തൊട്ട് മുമ്പിലുള്ള ജനറേഷനാണ് ജെൻ സി. അതിന്റെ തൊട്ട് മുമ്പിലുള്ളതാണ് മിലേനിയം ജനറേഷൻ. ഇനി വരാൻ പോകുന്ന 2025 ശേഷമുള്ള ജനറേഷനാണ് ബീറ്റ ജനറേഷൻ. ഈ ജനറേഷനൊക്കെ കുറെ പ്രത്യേകതകളുണ്ട്. ഇവരൊക്കെ ഡിജിറ്റലൈസ്ഡ് കുട്ടികളാണ്, അഥവാ ടെക്നോളജിയിലേക്ക് ജനിച്ചു വീണ മക്കളാണ്. നമ്മള് ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡാ. നമ്മള് ജീവിതത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു പോയിന്റിലാ മൊബൈൽ ഫോണിനെ പരിചയപ്പെടുന്നത്, അല്ലെ? ഫോണ് നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാ. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ മക്കള് ജനിച്ചു വീണതേ മൊബൈൽ ഫോണിന്റെ യുഗത്തിലേക്കാണ്. നമ്മളെ മക്കള് ജനിച്ചു വീണത് ടെക്നോളജിയുടെ യുഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി, അവരുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി, അവരുടെ ചിന്തകൾ, അവരുടെ വിചാരങ്ങൾ അതൊക്കെ കുറച്ചും കൂടെ ടെക്നോളജി വൈസ് ഇംപ്രൂവ്ഡ് ആണ്. കുറച്ചും കൂടെ ഉന്നത തലത്തിലാണ് അവർ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ഭാഷ, അവരുടെ ചിന്തകള്, അവരുടെ വിചാരങ്ങൾ അതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്, ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുക പോലും ചെയ്യുന്നത്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ ഈ അടുത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ സഹായത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. എഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ, ഇംഗ്ലീഷ് സിനിമയാണ്, ഈ സിനിമയിൽ ആദ്യത്തെ രംഗം കാണിക്കുന്നത് ഒരു 13 വയസ്സായ ഒരു ആൺകുട്ടി തന്റെ 13 വയസ്സായ ഒരു കൂട്ടുകാരിയെ കൊല്ലുകയാണ്.
ഇങ്ങനെ കൊന്നു കഴിഞ്ഞിട്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി പറയുന്നുണ്ട്, ഞാനല്ല കൊന്നത്. പോലീസ് CCTV ഫൂട്ടേജ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നീ തന്നെയാണ് എന്നതിന്റെ തെളിവുകളാണ് ഇതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ കുട്ടിയുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛനോട് കുറച്ച് സമയം സംസാരിക്കണമെന്ന്. അങ്ങനെ അച്ഛന്റെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പോയതിനു ശേഷം അവന്റെ ഫോൺ, 13 വയസ്സായ ആൺകുട്ടിയുടെ മൊബൈൽ ഫോണ് അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് മകൻ പറയുന്നുണ്ട്, അച്ഛ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് അച്ഛൻ നോക്കണം എന്ന്. അപ്പൊ അച്ഛൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കിയിട്ട് ഈ മോന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ഈ പെൺകുട്ടി ഇത്രയേറെ അടുപ്പമുള്ള നിന്റെ കൂട്ടുകാരിയായിരുന്നില്ലേ? നിന്റെ കൂട്ടുകാരിയായിരുന്നു. നീ ഇട്ട കാലങ്ങളോളായിട്ട് നീ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഓരോ പോസ്റ്റുകൾക്കും താഴെ ഈ പെൺകുട്ടിയുടെ സ്റ്റിക്കർ കമന്റുകൾ ഉണ്ട്. ഈ കുട്ടി സ്റ്റിക്കർ രൂപത്തിൽ ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയേറെ നിന്റെ കൂട്ടുകാരിയായിട്ടും എന്തിനാണ് നീ കുട്ടിയെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഈ കുട്ടി പറയുന്നുണ്ട് അച്ഛനോട്, അച്ഛൻ ഒന്നും കൂടെ നോക്കൂ, ആ കമന്റുകളൊക്കെ ഒന്നും കൂടെ നോക്കൂന്ന്. ഓരോ പോസ്റ്റുകൾക്കും താഴെ ഈ കുട്ടി ഇട്ട കമന്റുകൾ, സ്റ്റിക്കറുകള്, അത് ക്യാപ്സ്യൂളുകളുടെ സ്റ്റിക്കറും അതുപോലെ വൻപയറില്ലേ, കിഡ്നി പീ, നമ്മള് കഞ്ഞിയിലേക്ക് കുപ്പേരി ഉണ്ടാക്കുന്ന വൻപയർ, കിഡ്നി പീ എന്നറിയപ്പെടുന്ന വൻപയർ, ഈ വൻപയറിന്റെയും അതുപോലെ ക്യാപ്സ്യൂള്, മെഡിസിൻ ആയിട്ട് കഴിക്കുന്ന ക്യാപ്സ്യൂളുകളുടെ ഒക്കെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകളാണ് ഇതിന്റെ താഴെ ഇട്ടിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കിയിട്ട് ഈ അച്ഛൻ വീണ്ടും അച്ഛന്റെ അറിവിനെ കുറച്ചും കൂടെ സാധൂകരിക്കുകയാണ്. അതിനെന്താ സ്റ്റിക്കർ അല്ലേ, ക്യാപ്സ്യൂളിന്റെ സ്റ്റിക്കർ, നിന്നെ കളിയാക്കുന്നതായിരിക്കും, നീ പോയിട്ട് ഗുളിക കുടിക്കുമെന്ന് പറഞ്ഞിട്ട്. കിഡ്നി പീയുടെ സ്റ്റിക്കർ, നിന്നോട് കഞ്ഞിയും പയറും കഴിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്ന് അച്ഛൻ ഇങ്ങനെ അച്ഛന്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട്, അച്ഛന്റെ അറിവ് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോ ഈ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട്, അങ്ങനെയല്ല അച്ഛാ, അങ്ങനെയല്ല, ഷീ ഈസ് ബുള്ളിയിങ് മീ, അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളമായിട്ട് ഞാൻ എഴുതുന്ന ഓരോ പോസ്റ്റുകൾക്കും താഴെ വന്നിട്ട് അവൾ എന്നെ പരസ്യമായി കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, ബുള്ളി ചെയ്യുകയാണ് അച്ഛ എന്ന് കരഞ്ഞു പറയുന്നുണ്ട് ആ കുട്ടി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാടേറെ നാളുകൾക്ക് മുൻപേ ഈ സ്റ്റിക്കറുകൾ കൊണ്ട് ഈ കുട്ടി പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ഇടുന്നുണ്ട്. ഈ അച്ഛൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിന്തിക്കുകയാണ്, എന്ത് കളിയാക്കലുകളാണ് ഈ സ്റ്റിക്കറിലുള്ളത്, ഈ ക്യാപ്സ്യൂളിന്റെ സ്റ്റിക്കറില്, ഈ കിഡ്നി പീയുടെ ഷേപ്പിലുള്ള സ്റ്റിക്കറിൽ എന്ത് കളിയാക്കലാണ് ഉള്ളത്? അച്ഛന്റെ ബുദ്ധിയിലാ ചിന്തിക്കുന്നത്, അച്ഛന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ലോകത്ത് ഇന്ന് ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. മാനോസ്ഫിയർ എന്നാണ് ആ കമ്മ്യൂണിറ്റിയുടെ പേര്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? എല്ലാരും ഇവിടെ ഉണ്ട്, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഓൺലൈനായിട്ട് ഒരു പറ്റം ആണുങ്ങള്, ഒരു പറ്റം പുരുഷന്മാര് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ പേരാണ് മാനോസ്ഫിയർ. മാനോസ്ഫിയർ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് അജണ്ടകളുണ്ട്. അവരുടെ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബേസിക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അജണ്ട, അവർക്ക് ആണുങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരു പെണ്ണിന്റെ ആവശ്യമില്ല. ഭൂമിയിൽ ഒരു പെണ്ണും വേണ്ട. അതൊരു ടോക്സിക് മസ്കുലിനിറ്റിയാണ്. അഥവാ പൗരുഷം അതൊരു വിഷം നിറഞ്ഞ പൗരുഷത്വത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അഥവാ പെണ്ണ് വേണ്ട. ഒരു പുരുഷന് ഭൂമിയിൽ ജീവിക്കാൻ, ഒരു ആണിന് ജീവിക്കാൻ ഒരു പെണ്ണിന്റെ സഹായ സഹകരണങ്ങളോ ആ പെണ്ണിന്റെ അടുപ്പമോ വേണ്ട എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു തിയറിയാണ് മാനോസ്ഫിയർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒരു പെണ്ണും ഇല്ലാതെ ഭൂമിയിൽ ആണുങ്ങൾക്ക് ജീവിക്കാം. അതുകൊണ്ട് സ്ത്രീകളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, പെണ്ണുങ്ങളെ എങ്ങനെ ഇല്ലാതെയാക്കാം, പെണ്ണുങ്ങളെ എങ്ങനെ അവരുടെ സഹവർത്തിത്വത്തിൽ നിന്നും മുഴുവനായും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാമെന്ന് അജണ്ട വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആണുങ്ങളുടെ കൂട്ടായ്മയെയാണ് നമ്മൾ മാനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തുണ്ടത്. ഇതിനിടയിൽ ഈ മാനോസ്ഫിയർ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് ഇടയിൽ ചെറിയൊരു കൂട്ടായ്മ ഉണ്ട്. അതിന്റെ പേരാണ് ഇൻസെൽ. INCEL. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇൻസെൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇടയിൽ തന്നെ ഒരു പറ്റം ആൺകുട്ടികൾക്ക് അവർക്ക് ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പെൺകുട്ടികളുമായിട്ട് വിവാഹം കഴിക്കണം, സഹവർത്തിത്വമൊക്കെ വേണം, ചെറിയ രൂപത്തിലൊക്കെ വേണം, അവരെ അട്രാക്റ്റഡ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കതിന് കഴിയില്ല. അവർക്കൊരിക്കലും അതിന് സാധ്യമല്ല. അതിനുള്ള കാപ്പബിലിറ്റി, അതിനുള്ള കഴിവില്ലാത്ത ഒരു കൂട്ടം ആണുങ്ങളെയാണ് ഇൻസെൽ എന്ന് പറയുന്നത്. ഈ ഇൻസെൽ ആയിട്ടുള്ള ആണുങ്ങളുടെ നിലനിൽപ്പിന്, അവരുടെ പൗരുഷത്തെ തന്നെ
അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇൻസെൽ. ആ ഇൻസലുകളെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റിക്കറാണ്, അവരെ പ്രതിനിധീകരിക്കുന്ന സ്റ്റിക്കറാണ് ഈ കിഡ്നിപ്പിയും വൻപയറിന്റെയും ക്യാപ്സ്യൂളിന്റെയും ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾ. ഈ സ്റ്റിക്കർ കൊണ്ട് അവന്റെ ഓരോ പോസ്റ്റിന്റെയും താഴെ ഈ കുട്ടി കമന്റ് ചെയ്യുന്നത്, ഇതറിയാവുന്ന, ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾക്കില്ലാത്ത അറിവ്, നമ്മളെക്കാളേറെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഈ മക്കളുടെ പിയർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന അതേ സമപ്രായക്കാരെന്നറിയപ്പെടുന്ന ആ കുട്ടികളുടെ മീഡിയയായ, കുട്ടികളുടെ ചാനലായ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഈ കുട്ടികൾക്കിടയിൽ വെച്ച് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓരോ പോസ്റ്റിനും താഴെ വന്ന് കമന്റ് ഇടാണ്, യു ആർ എൻ ഇൻസെൽ, നീ ഒരു ഇൻസെലാണ്, നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല, ആണത്തമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി. ഒടുവിൽ അവൻ വിചാരിക്കുക അവൾ അങ്ങ് കൊന്നുകളയാം. ഏറ്റവും കൂടുതൽ അത് കാരണം അവനെ ഓരോരുത്തരും കളിയാക്കാണ്, യു ആർ എൻ ഇൻസെൽ എന്ന് പറഞ്ഞിട്ട്. അതിന് പകരം വീട്ടിയതാ കൂടെയുള്ള ആ കുട്ടിയെ, കൂട്ടുകാരിയെ കൊന്നു കളഞ്ഞുകൊണ്ട്. അച്ഛൻ അവിടെ വിഷമിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ ഗദ്ഗതം ചിന്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതറിഞ്ഞിരുന്നുവെങ്കിൽ, നാളുകൾക്ക് മുൻപേ മകന്റെ പോസ്റ്റുകൾ കാണുന്നുണ്ട്, മകന്റെ പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റുകൾ കാണുന്നുണ്ട്, ആ കമന്റുകളിൽ ഇത്തരം സ്റ്റിക്കറുകൾ കാണുന്നുണ്ട്. പക്ഷെ ഈ അച്ഛൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ കമന്റുകളുടെ അർത്ഥം, ഈ സ്റ്റിക്കറുകളുടെ അർത്ഥം ഇതെല്ലാം ഒക്കെ ആയിരുന്നു എന്ന അറിവ്, അപ്ഡേഷൻ ആ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ മകനെ ചേർത്ത് പിടിക്കാമായിരുന്നു. ഇല്ല, അപ്പാന്റെ കുട്ടിക്ക് വാപ്പണ്ടിട്ടാ, നിന്നെ ഒരു കമന്റിലൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ അഭിസംബോധനയോടുകൂടിയോ നീ ഒരിക്കലും അതായി മാറുന്നില്ല. ഒരാള് നിന്നെ നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ച് നീ ഒരിക്കലും അങ്ങനെയായി തീരുന്നില്ല. നീ എന്റെ മകനാണ്, എന്റെ മകളാണ്. You have your own identity, you have your own personality, you have your own ideology എന്ന് പറഞ്ഞ് ആ അച്ഛന്, ആ ഉപ്പയ്ക്ക്, ആ ഉമ്മയ്ക്ക് മകനെ ചേർത്ത് പിടിക്കാമായിരുന്നു, സമാധാനിപ്പിച്ചിരുന്നുവെങ്കിൽ, ആ കുഞ്ഞിന് താങ്ങും തണലും ധൈര്യവും നൽകിയിരുന്നുവെങ്കിൽ. ഇതൊക്കെ വെറും ചിന്തകളാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒട്ടും റിയൽ അല്ലാത്ത റീൽസുകളിലും ഫിൽറ്റേർഡ് ഷോർട്സുകളിലും ഫിൽറ്റേർഡ് സോഷ്യൽ മീഡിയാസുകളിലും മാത്രം കാണുന്ന റിയൽ അല്ലാത്ത ജീവിതമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ കുഞ്ഞ് ഇത്രയേറെ വലിയ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴില്ലായിരുന്നു. ഒരുപക്ഷെ ഇതൊരു സിനിമയിലൂടെ അനുഭവമാണ്. ഈ ഇൻസലും മാനോസ്ഫിയറും ഒക്കെ ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. ആ അനുഭവത്തെ ചിത്രീകരിച്ച് നമുക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോ നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളൊക്കെ അച്ഛന്മാരിലും അമ്മമാരിലും ഉൾപ്പെട്ടവരാണ്. നമുക്കറിയില്ല ലെസ്ബിയനിസം എങ്ങനെ, ഗേയിസം എന്താണ്, ഹോമോസെക്ഷുവാലിറ്റി എന്താണ്, ബൈസെക്ഷുവാലിറ്റി എന്താണ്, മാനോസ്ഫിയർ എന്താണ്, ഇൻസെൽ എന്താണ്, ലിവിങ് ടുഗദർ എന്താണ്, ഡേറ്റിംഗ് എന്താണ്, കൊഹിബിഷൻ എന്താണ്, റെയിൻബോ തിയറി എന്താണ്, മഴവിൽ തിയറി എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിഗ്മ എന്താണ്, ഇവരുടെ ലാംഗ്വേജുകൾ, ഇവരുടെ ഭാഷകൾ, ഇവരുടെ ഇസങ്ങൾ. വൈബാക്കല്ലേ അല്ലേ? ആരെ നമുക്ക് പഠിപ്പിച്ചെന്ന് വൈബാക്കാന്? നമ്മള് വൈബാക്കി വന്നോരാ? അല്ല, നമ്മൾ ആരും വൈബാക്കി വന്നവരല്ല. വൈബാക്കല് നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ മക്കളാ, നമ്മളെക്കാളും ബുദ്ധിയുള്ള. നിങ്ങൾക്കറിയോ ഈ ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങള് എത്ര ബുദ്ധിയുണ്ട് അവർക്കെന്ന്? നമ്മളെക്കാളും 300 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഏറെയാണ് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. അത് അതേ അർത്ഥത്തിലും ആഴത്തിലും അവർ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഭൂമിക്ക് പല മാറ്റങ്ങൾ വരും. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോലും പറ്റുന്ന ക്യാപ്പബിലിറ്റി ഉള്ള മക്കളാണ്. ഏറെ പോസിറ്റീവ്സ് ഉണ്ട് അവർക്ക്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ പോലെ കുറുമ്പും കുശുമ്പും മുന്നായ്മയൊന്നും അവർക്കില്ല അല്ലെ? അസൂയ പോലെയുള്ള ഒട്ടും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പാടില്ലാത്ത മോശമായ വികാരങ്ങളൊന്നും ഇല്ലാത്ത മക്കളാ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങള്. അത്ര നല്ല മക്കളാ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? പ്രായമാണ്. അഡോളസന്റ് പീരീഡ് ഈസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാം, അഡോളസന്റ് പീരീഡ്, കൗമാരം എന്ന് പറഞ്ഞാല് ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക്, കുട്ടിക്കാലത്ത് നിന്നും മുതിർന്ന ആളിലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്, ചേഞ്ചിങ് പീരീഡ് ആണ്. ഇറ്റ്സ് എ ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? വെടിയുണ്ട ഏൽക്കൂല. ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് ആണ്. ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ്. ഈ മെന്റാലിറ്റി ആ പ്രായത്തിലെ ഹോർമോൺസിന്റെ വേരിയേഷൻസ് കാരണം അവർക്ക് ഉണ്ടാവുക. അവരുടെ കുറ്റമല്ല, അവരുടെ തെറ്റല്ല. അവർ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നത് ഈസങ്ങളാണ്.
നമ്മൾ കേൾക്കാത്തതും അറിയാത്തതും മനസ്സിലാക്കാത്തതും ഈ ഈസങ്ങൾ തന്നെയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് മക്കള് മനസ്സിലാക്കുന്ന ചിന്തകൾ, അവര് കേൾക്കുന്നത്, അവരറിയുന്നത്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് എന്തും മാതാപിതാക്കളായ നമ്മളും അറിയേണ്ടതുണ്ട്. 24 മണിക്കൂർ മക്കൾ ഞാൻ സിഗ്മയാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. വാട്ട് ഈസ് സിഗ്മ? നമ്മൾ അറിയേണ്ടതുണ്ട് സിഗ്മ എന്താ. പെൺകുട്ടികളോട് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റ് കാണിക്കാത്ത ആൺകുട്ടികളെ നമ്മൾ സിഗ്മ ബോയ്സ് എന്ന് പറയാം. നമ്മളല്ല, അവരെ തന്നെ സിഗ്മ ബോയ്സ് എന്ന് പറയും. അതിന്റെ ഒരു പരിണിത ഫലം എന്താ? ഇന്നൊരു പക്ഷെ അവര് പെൺകുട്ടികളുമായിട്ട് ഒരടുപ്പവും വേണ്ട, നോക്കുക പോലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവര് നടക്കും. പക്ഷെ കാലക്രമേണ ആണാണ് പെണ്ണാണ്, ഹോർമോൺ വേരിയേഷൻസ് വരും. പെൺകുട്ടിയുടെ ശരീരത്തിൽ ഈസ്ട്രോജനും ആൺകുട്ടികളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണും ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഇണയെ ആവശ്യമായി വരും. ആ സമയത്ത് ഹലാലായി വിവാഹം കഴിക്കേണ്ട സമയമാകുമ്പോഴത്തിന് സിഗ്മ എന്ന് കുഞ്ഞുനാള് മുതലേ അവരുടെ ഉപബോധ മനസ്സിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഐ എം എ സിഗ്മ. ഫോട്ടോ മാരേജ്, പിന്നെ എങ്ങനെ ഞാൻ കല്യാണം കഴിക്കും? പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല, ഞാൻ സിഗ്മയല്ലേ. പണ്ട് മുതലേ പറഞ്ഞു വെച്ചത് എന്റെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അല്ലേ. അതാണ് അഫാൻ സംഭവിച്ചത്. അന്നൊന്നിനും പറ്റൂല, ഈ ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞത് അവന്റെ ഉപബോധ മനസ്സിലാക്കേറെ. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണണം നമ്മള്. ഒരിക്കലും മക്കളുടെ മുഖത്ത് നോക്കി ഒന്നിനും പറ്റാത്തവനെന്നോ ഒന്നിനും പറ്റാത്തവളെന്നോ പറയരുത്. ഇത് പറയണത് ആരാന്നറിയോ? ഈ ഉമ്മയും വാപ്പയാ. അതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുട്ടി നമ്മുടെ കുട്ടിയാണ്. 23 ക്രോമസോം എന്റെയും 23 ക്രോമസോം എന്റെ ഭർത്താവിന്റെയുമാണ്, എന്റെ ഇണയുടേതുമാണ്. ഞാനും എന്റെ ഇണയുമാണ് ഈ കുഞ്ഞ്. ഞാനും എന്റെ ഇണയും പകുതിയാണ് നമ്മുടെ മക്കളെങ്കില് അവിടെ ആരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? എന്നെയോ എന്റെ ഇണയെയോ? അതുകൊണ്ട് ഒരിക്കലും പാടില്ല, മക്കളെ കുറ്റപ്പെടുത്തരുത്, കളിയാക്കരുത്. ഒരിക്കലും ഡോൺ കമ്പയർ. എല്ലാ ഉമ്മമാരിൽ ഉപ്പമാരിൽ അറിയാതെ വന്നു പോകുന്ന ഒന്നാണ് കമ്പയർ ചെയ്യും നമ്മള്. ഓൻ എത്ര മാർക്ക് അല്ലേ? ഓളെ പേപ്പർക്ക് നോക്കണതിന് മുമ്പ് ഓന്റെ പേപ്പറും ഓന്റെ മാർക്കാ നോക്കുക. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ കമ്പയർ ചെയ്യൊന്നും അല്ലട്ടോ എന്ന്. ഇല്ലേ, ഞാൻ കമ്പയർ ചെയ്യൊന്നും അല്ലട്ടോ എന്നും പറഞ്ഞിട്ടാ, ഞാൻ കുറ്റം പറയല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ പലപ്പോഴും കുറ്റം പറയാ. ഇബത്തിന്റെ മിമത്തെ പറഞ്ഞു തുടങ്ങിയിരിക്കും. പ്രിയപ്പെട്ടവരെ, പച്ച മാംസം തിന്നുന്നതിന് തുല്യാന്നാ പറയുന്നേ. പച്ച മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. എന്തിനാ? അയാളായി ജീവിക്കട്ടെ. അയാൾക്ക് അയാളുടേതായ നന്മകളുണ്ട്, അയാൾക്ക് അയാളുടേതായ തിന്മകളും ഉണ്ടായേക്കാം. നമ്മൾ അതിലേക്ക് നോക്കണ്ട, അയാളുടെ ഗുണങ്ങളിലേക്ക് നോക്കിയാൽ മതി. നാത്തൂനായിക്കോട്ടെ, അമ്മായിമായിക്കോട്ടെ, ഇളച്ചിയോ മൂത്തച്ചിയോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ പോസിറ്റീവ്സിലേക്ക് മാത്രം നോക്കിയാൽ മതി. എന്തിനാ നെഗറ്റീവ്സ് മാത്രം നോക്കി കൊണ്ടു നടക്കുന്നത്? ഒരാളോട് വെറുപ്പ് കൊണ്ട് നടക്കുക, ഒരാളോട് പ്രതികാരം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അയാളെ എറിയാൻ ഒരു തീക്കനൽ കയ്യിലേന്തി നടക്കുന്നത് പോലെയാണ് എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. അവിടെ പൊള്ളുന്നതേ എറിയാൻ ഒരുങ്ങുന്ന ആൾക്കല്ല, പൊള്ളുന്നത് നമുക്കാ. അതുകൊണ്ട് വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നമ്മുടെ മക്കളുടെ കാര്യം നമ്മളാണ് മാതൃക. അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. അവരുടെ ഇസങ്ങൾ, അവരുടെ തിയറികൾ, അവരുടെ ചിന്തകൾ ഓരോന്നിനെയും മനസ്സിലാക്കുക. സിഗ്മയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരുപക്ഷെ അവൻ ആ സിഗ്മയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോ വിവാഹം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ഒടുവിൽ അവന്റെ വിചാരങ്ങൾ അവന് പൂർത്തിയാക്കണം. മനുഷ്യനാണ്, തീക്ഷ്ണമായ വിചാരങ്ങൾ ഉണ്ടാവും. അത് പൂർത്തിയാക്കാൻ വേണ്ടാത്ത മാർഗങ്ങളിലേക്ക് അവന് പോവേണ്ടി വരും. ഈ ഇസങ്ങളെല്ലാം, അത് ലെസ്ബിയനിസമാവട്ടെ, ഗേയിസമാവട്ടെ, ഹോമോസെക്ഷുവാലിറ്റിയോ ബൈസെക്ഷുവാലിറ്റിയോ ആവട്ടെ, സെക്ഷൽ ഡിസ്ഫോറിയ എന്നറിയപ്പെടുന്ന, ജെൻഡർ ഡിസ്ഫോറിയ എന്നറിയപ്പെടുന്ന മാനസിക വൈകല്യങ്ങളാണ്. അതെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡറുകളിലേക്ക് എത്തിക്കും, ലൈംഗികമായി പകരുന്ന അസുഖങ്ങളിലേക്ക് എത്തിക്കും. അറപ്പും വെറുപ്പും തോന്നിക്കുന്ന, ഒരാൾക്ക് പരിചരിക്കാൻ പോലും തോന്നാത്ത തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന ചിന്ത, ബോധ്യം, അതൊരു പക്ഷേ കൗമാരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അവര് കാണുന്നത് റീൽസാ, ഷോർട്സ് ആണ്. അതിൽ കാണുന്ന ഒട്ടും റിയൽ അല്ലാത്ത ജീവിതങ്ങളാണ്. ഇതൊന്നുമല്ല എന്ന് മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ലൈക്കും ഷെയറും കമന്റ്സും വ്യൂവേഴ്സും അല്ല എന്നെ ഡിഫൈൻ ചെയ്യേണ്ടത്. അതല്ല എന്റെ സന്തോഷത്തെ തീരുമാനിക്കേണ്ടത്. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ, സ്കൂള് വിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഉമ്മ വീട്ടിലുണ്ട് എങ്കിൽ സേ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കാൻ പഠിപ്പിക്കണം. ദൈവത്തിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനോട് അൽഹംദുലില്ല എന്ന് പറയുന്നതാണ് സന്തോഷം. അല്പം വൈകിയാണെങ്കിലും ഞാൻ ചോദിക്കുന്ന, എന്റെ അനിയന്മാരും അനിയത്തിമാരും ഇത്താത്തയും ഇക്കാക്കയും ചോദിക്കുന്ന എന്തും ഏതും പറയുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ചോര നീരാക്കി അധ്വാനിക്കുന്ന വാപ്പ.
അല്പം വൈകിയാണെങ്കിലും ആ ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കണം. ഒരുപക്ഷെ ചീത്ത പറയുന്നുണ്ടാവും, വഴക്ക് പറയുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ അരുതേ എന്ന് നമ്മൾ കേൾക്കുക ഈ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും മാത്രമാണ്. നമ്മുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് മാത്രം, നമുക്ക് നല്ലത് വരയണമേ എന്ന പ്രതീക്ഷയോടുകൂടി മാത്രമായിരിക്കാം ഒരുപക്ഷെ അത്. അതുകൊണ്ട് ഒരുപക്ഷെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, നീ അത് ചെയ്തോടി, നീ അങ്ങനെ ചെയ്തോടാ, നമുക്ക് വൈബാക്കാടാ എന്ന് പറഞ്ഞ് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചങ്കുകളല്ല പ്രിയപ്പെട്ടവരെ. ഗുണദോഷിക്കേണ്ടടുത്ത് ഗുണദോഷിക്കുന്ന, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കുന്ന ഉമ്മയും ഉപ്പയുമാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ. അവർ വീട്ടിലുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ പറയാൻ പഠിക്കണം. അവിടെ ആനന്ദം കണ്ടെത്താൻ പഠിക്കണം, അതിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കണം. അതിന് മക്കളുടെ ഇസങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം അറിവില്ലാത്തവരാണ് എന്ന് ക്ലിനിക്കിലെ കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കല് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ്, മോന് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയി വന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോ ഡോക്ടറെ പുതിയ കാലമല്ലേ, എനിക്ക് പേടിയാണ്. ഓൻ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഞാൻ അവന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. എന്നിട്ട് ഇത്ത എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടർക്ക് അറിയോ ഞാൻ എന്തിനാ അവനെ ഉമ്മ എടുക്കണേന്ന് അറിയോന്ന്? ഞാൻ ഉമ്മയാണ് അല്ലെ, നമ്മളൊക്കെ ഉമ്മമാരാ, നമുക്കൊക്കെ അറിയാം എന്തിനാ നമ്മൾ നമ്മളെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നേ. ഐ ലവ് യു എന്നത് അവനെ ഞാൻ പ്രകടിപ്പിച്ചു കൊടുക്കാണ്, അവനോട് ഞാൻ പ്രകടിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോനെ, ഉമ്മാക്ക് മോനെ ഇഷ്ടാണ്, ഉമ്മാന്റെ തങ്കക്കുടാണ്, ഉമ്മാന്റെ മാണിക്കക്കല്ലാണ്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഉമ്മയേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നത് ഓരോ നേരവും അവനെ അനുഭവിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവനുമായി ബന്ധം ഉണ്ടാവണം, എനിക്ക് അവനുമായി അടുപ്പം ഉണ്ടാവണം. ആ ടച്ചിങ്ങിലൂടെ, ആ കിസ്സിങ്ങിലൂടെ, ആ ചുംബനത്തിലൂടെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാണ് ഉമ്മാക്ക് ഇഷ്ടാട്ടോ. അവനെ മണക്കാണില്ലേ നമ്മള്, അവനെ മുഴുവനായും നമ്മൾ അങ്ങ് എടുക്കാൻ. ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹ പ്രകടനമാണ് ഈ ഉമ്മ ഇവിടെ ചെയ്യുന്നത്. സ്വാഭാവികമായി ഞാൻ ചോദിച്ചു, നമ്മളെ സ്നേഹം അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണിക്കുക? കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. മക്കള് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ, വീട്ടിലേക്ക് കയറി വരുമ്പോ ചളിയും വേർപ്പും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു അറപ്പും വെറുപ്പും ഉണ്ടാവില്ലേ? നമ്മളെ കുട്ടികളാ അല്ലെ, അവരുടെ ചളി മുഴുവൻ നമ്മളെ മേല് പരണ്ടാലും നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അതെന്തിനാ? ഇത് ഹോൾസെയിൽ ആയിട്ട് പുറത്തുനിന്ന് കിട്ടാനുണ്ടേ. അപ്പൊ കിട്ടുന്നിടത്തേക്ക് പോകാൻ പാടില്ല, പൊരേന്ന് കിട്ടണം. പൊരേന്ന് കിട്ടേണ്ട ഒരു സംരക്ഷണം ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് പോകും, നമുക്കറിയാം. ആ സ്നേഹപ്രകടനമാണ് അവിടെ സംഭവിക്കുന്നത് എങ്കിൽ ആ സ്ത്രീ രണ്ടാമതൊരു കാരണം കൂടെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്റെ കുട്ടീനെ ഉമ്മ കൊടുക്കുന്നത്, ചുംബിക്കുന്നത് അവനോടുള്ള സ്നേഹപ്രകടനം മാത്രല്ല ഡോക്ടറെ, അവനെ കെട്ടിപ്പിടിച്ച് അമർത്തി ഉമ്മ കൊടുക്കുമ്പോ അവന്റെ വായയും മോക്കവും എനിക്ക് മണക്കാൻ പറ്റുന്നു. അവന്റെ വായ എനിക്ക് മണക്കാനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ ഉമ്മ കൊടുക്കുന്നേ. മക്കളല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അല്ലേ, പുറത്തു പോകുന്നവരല്ലേ, എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മണം കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഉമ്മ വെക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ സന്തോഷത്തോടെ പറയാണ്, എന്റെ കുട്ടിന്റെ വായ, എന്റെ കുട്ടിന്റെ മുഖം ചോക്ലേറ്റോ സ്ട്രോബെറിയോ മാത്രമേ മണക്കലുള്ളൂ ഡോക്ടറെ, എന്റെ കുട്ടി നല്ല കുട്ടിയാ, അവനൊരു ലഹരി ഉപയോഗിക്കലില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നും ചോക്ലേറ്റും സ്ട്രോബെറി തന്നെയാണോ മണക്കല് എന്ന്? ആ സ്ത്രീ പറഞ്ഞു, അതെ, എന്നും സ്ട്രോബെറി ചോക്ലേറ്റ്, ചോക്ലേറ്റ് സ്ട്രോബെറി. ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, അടുത്ത ആഴ്ച വരുമ്പോൾ മോനെയും കൂടെ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. കുട്ടി വന്നു, ബ്ലഡ് ടെസ്റ്റ് നടത്തി. ബ്ലഡ് ടെസ്റ്റിൽ പൂർണ്ണമായും മനസ്സിലായി, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ആ ഉമ്മ ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് എന്റെ കുട്ടി ഉപയോഗിച്ചത്? കാരണം ഞാൻ അവനുമായി അറ്റാച്ച്ഡ് ആവാത്ത നിമിഷങ്ങളില്ല. ഞാൻ എപ്പോഴും അവനെ അസസ് ചെയ്ത് നോക്കുന്നുണ്ട്, അവനെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ എപ്പോ അവൻ ഉപയോഗിച്ചു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഔട്ട്ഡേറ്റഡാ, നമ്മൾ അറിയുന്നില്ല. സ്ട്രോബെറിയുടെയും ചോക്ലേറ്റിന്റെയും സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫ്ലേവറിലും ടേസ്റ്റിലും മണത്തിലും ഒക്കെയുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നോക്കുക, കുട്ടി ആടി വരുന്നുണ്ടോ കള്ളുടിച്ചിട്ടേ? നമ്മൾ നോക്കുക, കുട്ടിയുടെ കണ്ണ് ചുമന്ന കളറുണ്ടോ? നമ്മൾ നോക്കുകയാണ്, കുട്ടിയെ കള്ളും കഞ്ചാവും മണക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിഞ്ഞു പോയി. പുതിയ കാലഘട്ടത്തിൽ അവൈലബിൾ ആയ സിന്തറ്റിക്, നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്, ചോക്ലേറ്റിന്റെയും ഈ സ്ട്രോബെറിയുടെയും ചക്കേന്റെയും മാങ്ങന്റെയും സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫ്ലേവറിലാ വരുന്നത്. ഇതൊക്കെ സുലഭമാണ് മക്കളുടെ കൈകളില്, ഇതൊക്കെ സുലഭമാണ്. വൈബാക്കല്ലടാ, നമുക്ക് എൻജോയ് ചെയ്യല്ലടാ, ഇതൊക്കെ ഈ പ്രായത്തിലല്ലല്ലടാ. ഡാന്നുള്ള ഡീ നാക്കണട്ടാ. ഡീ നാക്കാത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ആരാ?
പെൺകുട്ടികളോ ആൺകുട്ടികളോ? ഈ സദസ് പോലെ തന്നെ അതും പെൺകുട്ടികളാ കൂടുതല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണ്. ഡ്രഗ്സിന്റെ കച്ചവടം നടത്തുന്നത് പെൺകുട്ടികളാണ്. പെൺകുട്ടിയായതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിലും അതേ അർത്ഥത്തിൽ പറയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺകുട്ടികളാണ്. ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും ഇല്ലാതെ, ഒരു ദയയും കാരുണ്യവും ഇല്ലാതെ ഇത്തരം നീച പ്രവർത്തികൾ ചെയ്യുന്നത് ഈ പെൺകുട്ടികളാണ്. ഈ പറയണത് ഇതാണ്, വൈബാക്കല്ലേ, ഈ പ്രായത്തിലല്ലേ ഉള്ളൂ, നമുക്ക് നിർത്താലോ. വെറും തോന്നലുകളാണ് പ്രിയപ്പെട്ടവരെ, വെറും തോന്നലാ, നിർത്താൻ പറ്റൂല. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടല്ലോ, ന്യൂറോ ടോക്സിക് ആണ്. തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ, ന്യൂറോൺസിനെ അങ്ങ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവ്വ ശരീരത്തിനുള്ളിലുള്ള സർവ്വ അവയവങ്ങളെയും എഫക്ട് ചെയ്യുക. സർവ്വ അവയവങ്ങളെയും എഫക്ട് ചെയ്യാണ്. പിന്നെ ഒരു സാധാരണ ജീവിതം അസാധ്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? മക്കളെയും കൊണ്ട് പിക്നിക് പോകും, നമ്മൾ ടൂർ പോകും, ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ ഒന്ന് പോവുക, കുട്ടികളെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഭയാനകമായ രംഗങ്ങൾ അവർ കാണട്ടെ. 15, 14, 13, 18, 20 വയസ്സായ കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരി ഉപയോഗിച്ച്, MDMA, LSD പോലെയുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് മനോവിഭ്രാന്തി കാണിച്ച് സ്വയം നശിപ്പിക്കുന്നത്, സ്വയം ക്രൂരമായി ശരീരത്തെ നശിപ്പിക്കുന്നത്, കൂടെയുള്ള ആളുകളെ, ചുറ്റുമുള്ള ആളുകളെ ക്രൂരത കാണിക്കുന്നത്, അവരെ പിച്ചി ചീന്തുന്നത്, അവരെ ഉപദ്രവിക്കുന്നത്, കെട്ടിയിടും, നഴ്സുമാരെ കെട്ടിയിടും, അടിക്കും. ശിക്ഷയല്ല, ചികിത്സയാണ്. എന്തിനാ അത്തരം ദുർവിധികൾ? എന്തിനാണ് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക? നിമിഷ നേരത്തെ സുഖം മാത്രമാണ്, അല്ലെ? 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞതുപോലെ, 6ാം ക്ലാസ് പഠിക്കുന്ന മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു പാക്കറ്റ് എടുത്തിട്ട് അവന്റെ കയ്യിൽ തന്നു. ഇതെന്താന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന എന്നോട് കളിയാക്കിയ സ്വരത്തിൽ അവൻ പറഞ്ഞു, പൊന്നു ഡോക്ടറെ, ഇതെന്താ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്ത് പൊട്ടത്തിയാ? ഇതാണ് ഡോക്ടറെ കൂള്, ഇതാണ് കൂള്. ഇതൊന്ന് ചുണ്ടിനടിയിൽ വെച്ച് നോക്കി നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുംന്ന് 6ാം ക്ലാസ്സുകാരനാ പറയണ. 4ാം ക്ലാസ് മുതൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ഉപയോഗിക്കുമ്പോ സ്വർഗം കാണും. ഇപ്പൊ നരകം കാണാൻ തുടങ്ങി. അപ്പൊ ക്ലിനിക്കിൽ കൊണ്ടുവന്നതാ. കഴിയൂല, കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റൂല. മരുന്ന് കൊടുത്തു നോക്കും, തെറാപ്പി കൊടുത്തു നോക്കും, കഴിയൂല. പ്രിയപ്പെട്ടവരെ, നശിക്കുകയാണ്. മനസ്സും ശരീരവും ആത്മാവിനെയും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഡ്രഗ്സ് എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ആര് പറഞ്ഞാലും, എത്ര ചങ്കായിക്കോട്ടെ, ഉറ്റ സുഹൃത്തായിക്കോട്ടെ, ഡ്രഗ്സ് ഉപയോഗിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോ നോ എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് വീട്ടിൽ നിന്നാ പഠിപ്പിക്കേണ്ടത്, അല്ലെ? എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്ക്, സ്വർഗം കാണാൻ പറ്റുന്നു. ശരിയാ, നൈമിഷിക നേരത്തേക്കുള്ള സ്വർഗം അവർ കാണും. ന്യൂറോൺസ് എല്ലാം ചത്തുവാണ്, ഇനാക്റ്റീവ് ആവാണ്. വികാര വിചാരങ്ങളൊന്നും പറയണ്ട, സന്തോഷം മാത്രം. പക്ഷെ ഉണ്ടല്ലോ, പിന്നെ സന്തോഷിക്കണമെങ്കിൽ, പിന്നെ നമ്മുടെ ശരീരം ഒന്ന് സംതൃപ്തിയാവണമെങ്കിൽ ഉമ്മയും വാപ്പയെ സ്നേഹിച്ചിട്ട് കാര്യമല്ല, ഇണയുടെ സ്നേഹം കിട്ടിയിട്ട് കാര്യമല്ല, മക്കളുടെ സ്നേഹം കിട്ടിയിട്ട് കാര്യമല്ല, അധ്യാപകരും നാട്ടുകാരും പ്രിയപ്പെട്ടവരും നമ്മളെ അഭിനന്ദിച്ചിട്ടോ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടോ കാര്യമല്ല. അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരും. ആരെ ഉപയോഗിച്ചപ്പോഴാണോ സ്വർഗം കണ്ടത്, അയാളുടെ സഹായം വേണ്ടി വരും. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് അഡിക്ഷൻ. അതുകൊണ്ട് നഷ്ടപ്പെടുകയാണ്, ജീവിതമേ ഇല്ലാതെയാവുകയാണ്. എന്താ ഈ സ്വർഗം? ആലോചിച്ചോക്കി, നമ്മുടെ മക്കള് മനസ്സിലാക്കുന്ന സ്വർഗം എന്താ? ഇമാതിരി മഴയത്ത്, കോരിച്ചൊരിയുന്ന മഴയത്ത് AC ഇട്ട് ബ്ലാങ്കറ്റിനുള്ളിൽ കിടന്നുറങ്ങുമ്പോഴാ വാങ്കി വിളി കേൾക്കുന്നത്, അല്ലെ? ആ AC ഓഫ് ചെയ്ത് പുതപ്പ് മാറ്റി പള്ളിയിലേക്ക് പോകുന്നത്, എണീറ്റ് നമ്മ ഉളു എടുത്ത് നമസ്കരിക്കുന്നത് ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. കഷ്ടപ്പെടുക നമ്മളൊക്കെ. പ്രായമായ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട്. പ്രായാധിക്യം കാരണം ഒന്നിനും കഴിയില്ല അവർക്ക്. പ്രയാസം തന്നെയാ. മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രായമായ ഉമ്മാനി ഉപ്പാനി നോക്കല്. പുറത്തിറങ്ങാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം ഉമ്മയും ഉപ്പയാണ്. അവരെ പരിചരിക്കണം, ഭക്ഷണം വാരി കൊടുക്കണം. അവരുടെ ശരീരത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിച്ചു നോക്കി നിൽക്കണം. അത് വലിച്ചിടുന്നതും മാറ്റുന്നതും കണ്ണിമ വെട്ടാതെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ പ്രയാസമായി തോന്നലില്ല എനിക്കും. നമ്മൾ അതൊരു ബുദ്ധിമുട്ടായി കാണലില്ല. നമുക്കതൊരു ഭാരമായി തോന്നാറില്ല. കാരണം ആ കാലിനടിയിലാണ് എന്റെ സ്വർഗം എന്ന് നമുക്കറിയാം. പടച്ചോൻ വാഗ്ദാനം തന്നിട്ടുള്ളത് സ്വർഗ. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ്. ഉമ്മാനെ ഉപ്പാനെ പരിചരിക്കാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ? പടച്ചോൻ പരിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടിയിട്ടാ. എന്നിൽ നിന്നും പ്രായമായി എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ പരിചരിച്ച് എന്നരികിൽ നിന്നും അവർ മരണപ്പെട്ടു പോയാൽ എനിക്ക് എന്റെ റബ്ബ് തരുന്നത് സ്വർഗാണല്ലോ. ആ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുക.
അയൽപക്കക്കാരെ സ്നേഹിക്കുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽപക്കക്കാരെ സ്നേഹിക്കുന്നത് പോലെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞു. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ സ്നേഹിക്കുകയാണ്. വഴിയിൽ കിടക്കുന്ന മുള്ള് നീക്കം ചെയ്യുകയാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന എന്റെ സമ്പത്ത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എന്റെ ധനം, ആ ധനം വലത് കൈ കൊണ്ട് നൽകുന്നത് ഇടത് കൈ പോലും അറിയാതെ ഞാൻ സ്വതക്ക് നൽകുന്നത്. കുറച്ച് ഹൃദയ വിശാലത വേണം പ്രിയപ്പെട്ടവരെ. അതങ്ങ് കൊടുക്കണമെങ്കിലേ കുറച്ച് മനസ്സിന് കുറച്ച് വിശാലത വേണം. ഇത് ചെയ്യുന്നത് എന്തിനാ? ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. നമ്മൾ ഈ സ്വർഗത്തിന് അഹോരാത്രം പ്രയത്നിക്കുമ്പോഴാ നമ്മളെ കുട്ടികൾ വന്ന് പറയണത്, ഡോക്ടറെ ചുണ്ടിന്റെ താഴെ വെച്ചോക്കി നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുമെന്ന്. വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതല്ല മോനെ സ്വർഗം, ഒരിക്കലും നശിക്കാത്തൊരു സ്വർഗം നമുക്കുണ്ട്. ഈ സ്വർഗം ഭൂമിയിലെ നരക തുല്യമാണ്. നരകം ഇഹത്തിലും പരത്തിലും നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന സ്വർഗമാണ് ഈ നൈമിഷിക നേരത്തേക്കുള്ള സ്വർഗം. അതിവിടെ അവസാനിക്കും. നാളെ മുതൽ മകനും മകളും അനുഭവിക്കാൻ പോകുന്നത് അതിഭയാനകമായ അവസ്ഥയിലൂടെയായിരിക്കുമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ധാർമ്മികത വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക, ധാർമ്മികത മക്കളെ വീട്ടിൽ നിന്നും പഠിപ്പിക്കുക. നമ്മൾ അപ്ഡേറ്റഡ് ആവുക, മക്കളുടെ സബ്ജക്റ്റുകൾ അവരുടെ ഭാഷകളെ മനസ്സിലാക്കുക, അതിന് അവരുടെ കൂട്ടുകാരാവുക. ഉമ്മ അപ്പ എന്ന് പറഞ്ഞ വെറും കുറ്റം പറയാനും ഗുണദോഷിക്കാനും ഉപദേശിക്കാനും നോകള് പറയാനും മാത്രമുള്ളതല്ല. ചേർത്ത് പിടിക്കണം, കൂട്ടുകാരാവണം. അവര് വന്ന് ഒരു പെൺകുട്ടിയെ വഴിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ അടുത്ത് വന്ന് പറയണം, ഉമ്മ അന്ന് മൊഞ്ചുള്ള ഒരുത്തിനെ ഞാൻ കണ്ടു നോക്ക് ഓന് പറയാൻ പറ്റണം. പെൺകുട്ടിക്ക് ഉമ്മാനോടും വാപ്പാന്റെ മടിയിലിരുന്ന് പറയാൻ പറ്റണം, വാപ്പ ഇന്ന് ഞാനൊരു മൊഞ്ചനെ കണ്ടുട്ടോ എന്ന് വാപ്പാന്റെ അടുത്ത് വന്ന് പറയാൻ പറ്റണം. ഇപ്പൊ വാപ്പയും ഉമ്മയും ചേർത്ത് പിടിച്ച് വഴക്കിടുകയല്ല ചെയ്യേണ്ടത്, കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ചേർത്ത് പിടിച്ച് പറയണം. ഹോർമോണിന്റെ പ്രശ്നമാണ് കുഞ്ഞെ. ശരീരത്തിന്റെ ഉള്ളിൽ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്, അത് തോന്നണം, അതാണ് പ്രകൃതി. പക്ഷെ നമ്മൾ അതിലേക്ക് പെട്ടുപോവരുത്. അത് പഠനത്തെ ഇല്ലാതെയാക്കും. ലക്ഷ്യപൂർത്തീകരണത്തിന് അത് വിഘ്നമായി വരും. വേണ്ടാത്തരങ്ങളിലേക്ക് പോകും. സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡേഴ്സുകളിലേക്ക് എത്തും. വേണ്ടാത്തരങ്ങളിലേക്ക് നമ്മൾ അറിയാതെ പൈശാചികത നമ്മെ പിടിച്ചു കൂട്ടും എന്ന് ഉപദേശിക്കണമെങ്കിൽ മക്കളുടെ കൂട്ടുകാരാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിലെ ചിട്ടകളെ നമ്മൾ പരിപാലിക്കുക. എങ്ങനെയാവണം വീടകം? അത് സ്വർഗമാകണം. അതിനാദ്യം വേണ്ടത് ഉമ്മയും ഉപ്പയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാവുക. ഇതെങ്ങനെ ഉമ്മാക്കുപ്പാക്കും കച്ചറ കൂടാനല്ലേ നേരമുള്ളൂ, ഇല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കാണ്, പ്രശ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കാലം ഒരുപാട് മുന്നോട്ട് ഓടി. ഫാൻ ഇട്ടില്ല, ലൈറ്റ് ഇട്ടില്ല, മഞ്ഞപ്പൊടി കൂടി, മുളക് പൊടി കൂടി, ഉപ്പ് കുറഞ്ഞു, പഞ്ചസാര ഇല്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരിദാർ വാങ്ങി തന്നില്ല, സാരി വാങ്ങി തന്നില്ല എന്നും പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാ വഴക്ക്. അതിന്റെ പേരിൽ വഴക്കാ. 2-3 ദിവസം തെറ്റി നിൽക്കുക. ആര്? ഉമ്മയും വാപ്പയും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, കുഞ്ഞിന് പുറേന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്ത് കിട്ടാനുണ്ട്, ഇഷ്ടം പോലെ പുറത്തുനിന്ന് കിട്ടാനുണ്ട്. എന്തും ഈ കിട്ടാത്ത ഏത് സ്നേഹവും പുറത്ത് അവൈലബിളാ. കാലഘട്ടം അങ്ങനെയാണ്. വിരൽ തുമ്പിലുണ്ട്. ഒരു റൂമിന്റെ ഉള്ളിലേക്ക് വാതിലടച്ച് ഫോണും കൊണ്ടങ്ങോട്ട് പോയാലേ അവിടെ കുറെ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോഴും പൊട്ടക്കിണറിലെ തവളകളാ. എന്റെ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടും ഇല്ലാന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി വന്ന ഒരു ഉമ്മ ആ പെൺകുട്ടിന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാൻ തന്നു എന്റെ കയ്യില്. ആ ഉമ്മ നോക്കുമ്പോഴൊക്കെ സൈലത്തിന്റെയും ഡോപ്പന്റെ ഒക്കെ ക്ലാസ്സാ. ഞാൻ സൈലത്തിന്റെ ഡോപ്പന്റെ ആൾക്കാരല്ലട്ടാ, എതിർക്കുന്നവരും അല്ല. പെട്ടെന്ന് വായിൽ കിട്ടി 2 പേര് പറഞ്ഞേ ഉള്ളൂ. നോക്കുമ്പോഴൊക്കെ ഇതിന്റെ ക്ലാസ്സാ. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ സ്ലൈഡ് മതി കുട്ടിക്ക് ചാറ്റിങ്ങിലേക്ക് പോവാൻ. ഈ ഉമ്മയറിയാതെ ഉപ്പയറിയാതെ അവരുടെ ഫോണിൽ, ഉമ്മാന്റെ ഉപ്പാന്റെ ഫോണാ, ആ ഫോണിന്റെ ഉള്ളിൽ ഉമ്മയും ഉപ്പയും അറിയാതെ 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകളിലൂടെ 40-ലേറെ ആളുകളോട് ഈ കുട്ടി ചാറ്റ് ചെയ്യുന്നുണ്ട്. വളരെ വൾഗറസായ രൂപത്തില്, വളരെ വൾഗറസായ രൂപത്തിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ടാ? വി ആർ ഔട്ട്ഡേറ്റഡ്. നമുക്ക് അറിയില്ല, അതിനെ കുറിച്ച് അറിവില്ല. എന്തുകൊണ്ട് അറിവില്ല? നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പുതിയ പാരന്റിങ്. പുതിയ കാലഘട്ടത്തിലെ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കുറച്ചും കൂടെ നമ്മൾ ഇറങ്ങി തിരിക്കണം, മക്കളിലേക്ക് ഇറങ്ങണം, അവരുടെ കൂട്ടുകാരായി മാറണം. അവര് പഠിപ്പിച്ചരും നമുക്ക്, നമ്മളോട് തന്നെ അവര് പറയും. കാരണം കുട്ടിയുടെ ആദ്യത്തെ കൂട്ടുകാരൻ ഉമ്മയും ഉപ്പയുമാണ് എങ്കിൽ നമ്മളോട് പങ്കുവെക്കും അവരെല്ലാം. അതുകൊണ്ട് തല്ലൂടേണ്ട സമയമൊക്കെ കഴിഞ്ഞിക്കണ്. ഈ മാപ്പിളിയും പെണ്ണുങ്ങളും തൊട്ടേനും വിരിച്ചിനൊക്കെ തല്ലൂടെന്ന് പറഞ്ഞാൽ സംഗതി ഞാൻ എന്റെ കഞ്ഞിൽ പാറ്റിടുക കേട്ടോ. ക്ലിനിക്കിൽ ഒരു ദിവസം 10 കേസ് വന്നാൽ 5 കേസും എന്തായിരിക്കും? മാപ്പിളി പെണ്ണുങ്ങളും തല്ലൂട. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ കുട്ടിനെയും കൊണ്ടുവരും. എന്ത് കുട്ടിനെയും കൊണ്ടുവരുന്ന എന്തിനാ? കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞിട്ട്.
കുട്ടി കെട്ടിക്കാൻ സമ്മതിക്കണില്ല, ഓൻ പെണ്ണെട്ടാൻ റെഡി ആവണില്ല. എങ്ങനെയാണ് അയാളെ കെട്ടുക? പൊരയില് കാണുന്നത് എന്താ? അന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ ദുരിതെന്ന് നാഴികക്ക് 40 വട്ടം പറയണ വാപ്പ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ നരകം എന്ന് പറയണ ഉമ്മ. ഇപ്പോഴത്തെ കുട്ടികളെ മറുപടി എന്താ പറയുന്നത്? ആരെങ്ങളോട് കെട്ടാൻ പറഞ്ഞു നോക്കൂ. 2 കുട്ടികളെ, ഒരു ആൺകുട്ടി പെൺകുട്ടി, ഉമ്മാനും ഉപ്പാനും കൊണ്ട് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. എന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവർ. എന്തിനാ കൊണ്ടെന്നറിയോ? പൊന്നു ഡോക്ടറെ ഉമ്മാനും വാപ്പാനൊന്ന് പിരിച്ചരുമെന്ന് ചോദിച്ചിട്ട്. ആദ്യത്തെ അനുഭവം അവസാനത്തെയും അനുഭവം ആവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ആലോചിക്കുക, ഇണകളാണ് പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും അല്ല. ഒട്ടുമിക്ക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നറിയോ? സ്വഭാവ പ്രശ്ന, പെരുമാറ്റ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ദീനിൽ പറയുന്നത്, ഇസ്ലാമിൽ പറയുന്നത്, നീ നിന്റെ ഇണയോട് ഏറ്റവും മാന്യമായി പെരുമാറുക. നീ നിന്റെ ഭാര്യയോട്, ആണുങ്ങളോടാ പറയണത്, നീ നിന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുക. പള്ളിക്കാരോട് പെരുമാറിയിട്ട് കാര്യമില്ല, നാട്ടുകാരോടും കൂട്ടുകാരോടും ഓഫീസിലെ ആൾക്കാരോടും പള്ളി കമ്മിറ്റിയിലെ ആൾക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറിയത് കൊണ്ട് എല്ലാമായില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. അവിടെ ചെന്ന ഒരു ഇബ്ലീസ അല്ലേ? ഇല്ലേ? പുറത്തുള്ള ഇബ്ലീസിനെയൊക്കെ കൊണ്ടല്ലേ അകത്തേക്ക് കയറി വരുന്നത്. അതിനാ പറഞ്ഞത്, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറുക, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കയറുക. അതെന്താ? കൂടെ പിശാച് ഉണ്ടാവും. പുറത്ത് നമ്മൾ പലരുമായിട്ട് ഇടപഴകാണ്, പല ചിന്തകളും കേൾക്കാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി കൊണ്ടാണ് നമ്മൾ കയറുന്നത്. ആ നെഗറ്റീവ് എനർജി അങ്ങ് കളയാൻ വേണ്ടി ബിസ്മി ചൊല്ലുമ്പോ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോ, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന്റെ നാമം ജപിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ നെഗറ്റീവ് എനർജി പോവും. ഉള്ളിലുള്ള ഏത് അവസ്ഥയും സ്വീകരിക്കാനുള്ള മനോവികാരത്തിലേക്ക് നമ്മൾ എത്തും. അവിടെ ആലോചിക്കണം, അല്ലാന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരായിരുന്നു പ്രവാചകര്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായിരുന്നു, പിതാവായിരുന്നു, ഗൃഹനാഥനായിരുന്നു, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന മഹാവ്യക്തിയായിരുന്നു. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മികച്ചവൻ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചവനായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കൽ പോലും അദ്ദേഹത്തെ ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ നമുക്കൊരു ഓഫീസും വരെയും കൊണ്ടെടുക്കാൻ പറ്റണില്ലേ? നമുക്കൊരു ക്ലിനിക്കും വീടും കൊണ്ടെടുക്കാൻ പറ്റണില്ലേ? നമുക്കൊരു 2 മക്കളെയും 3 കുട്ടികളെയും കുടുംബത്തിനും കൊണ്ടെടുക്കാൻ പറ്റണില്ല. അപ്പോ തന്നെ കലി വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ചികിത്സിച്ചോളി, മരുന്ന് കുടിച്ചോളി, മനസ്സിന് ചികിത്സിച്ചോളി. പ്രിയപ്പെട്ടവരെ, ദേഷ്യമാണ്, പെരുമാറ്റമാണ് പ്രശ്നം. കുറുമ്പും കുശുമ്പും പുന്നായ്മയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. എന്തിനാ ഈ മൈക്ക് ഇവിടെ വെച്ച് എന്റെ മക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. എന്റെ ഇണയെയും എന്റെ ഉമ്മാനെയും ഉപ്പാന്റെ അരികിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റുമെന്നൊരു ഉറപ്പില്ല. ഉള്ളിലേക്ക് എടുത്ത ഈ ശ്വാസം പുറത്തേക്ക് പറഞ്ഞയക്കാൻ സാധിക്കണമെങ്കിൽ എന്റെ റബ്ബ് കനിയണം. അത്രയും നൈമിഷികമായ ജീവിത, അതിന്റെ ഇടയില വഴക്ക്, പ്രശ്നങ്ങള്. എന്തിനാ ആ പറമ്പത്തെ തേങ്ങ എങ്ങോട്ട് വീണു, അല്ലെങ്കിൽ എന്റെ മാങ്ങ അങ്ങോട്ട് ചാടി, 1/2 സെന്റിനും 1/4 സെന്റിനും വേണ്ടിയിട്ട് നമ്മൾ വഴക്ക് കൂടുക. നിങ്ങൾ ആലോചിക്കണം, എന്തെല്ലാം പ്രതീക്ഷയിൽ ഫ്ലൈറ്റിൽ കയറിയവരായിരുന്നു, എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കും ആ 300 ആളുകൾക്കും. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. അടുത്ത വർഷം ഡോക്ടേഴ്സായി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരായി പുറത്തിറങ്ങുമെന്ന് ആശിച്ച് സ്വപ്നം കണ്ടിരുന്ന മക്കളാ ഒരൊറ്റ നിമിഷം കൊണ്ട് മരിക്കുകയാണ്. അറിഞ്ഞില്ലേ? അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ക്രാഷ്, ഒരൊറ്റ നിമിഷം കൊണ്ട് മരണപ്പെടുകയാണ്. 300-ലേറെ ആളുകള്. അത്ര ഇള്ളുമ്പളൊക്കെ ജീവിതം. എന്നിട്ട് ആ കലഹം, ബഹളം, തെറ്റി കഴിയങ്ങൾ ആലോചിച്ച് നോക്കി. ഭാര്യയും ഭർത്താവേ ദിവസങ്ങളോളം പിണങ്ങി കഴിയുക, 2 റൂമിൽ കിടന്നുറങ്ങുക. ആർക്കാ നിങ്ങൾ മാതൃക കാണിക്കുന്നത്? ആർക്കാ നമ്മൾ മാതൃക കാണിക്കുന്നത്? നമ്മളെ കുട്ടികൾക്കോ? എങ്ങനെ അവർ കല്യാണം കഴിക്കും? അവർ ലിവിങ് ടുഗദറിലേക്ക് പോകും, അവർ ഡേറ്റിംഗിലേക്ക് പോകും, അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടാത്ത മാർഗങ്ങൾ അവർ സ്വീകരിക്കും. കാരണം കല്യാണം കഴിച്ച ഒരവസ്ഥ എങ്ങനെയല്ലേ? കല്യാണം കഴിച്ച ആള് വീട്ടിലുണ്ടല്ലോ, ഉമ്മയും വാപ്പ ഏറ്റവും വലിയ ഉദാഹരണം. അവരിങ്ങനെയാണ് എങ്കിൽ മക്കൾ, പ്രിയപ്പെട്ടവരെ, ചീത്തയായി പോവും. നമ്മളായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകള്. കൊണ്ട് പിണക്കങ്ങള്, നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ അവസാനിപ്പിക്കുക. അവിടെ അവസാനിപ്പിച്ചിട്ട് ചിരിച്ച് പുഞ്ചിരിച്ച് ആ പ്രശ്നം തീർത്തിട്ട് വേണം മക്കളിലേക്ക് ഇറങ്ങി തിരിക്കുവാൻ. ഒരു പക്ഷേ ഇണക്കത്തോടൊപ്പം പിണക്കൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ? പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എനിക്ക് ആ ഉത്തമയാവണം, എനിക്ക് ആ ഉത്തമനാവണം എന്ന വാശിയാണ്, നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആദ്യം മൂപ്പരും ഉണ്ടട്ടെ, ആദ്യം ഓളും ഉണ്ടട്ടെ എന്നുള്ള വാശിയല്ല. ഒരിക്കലേ ദിവസങ്ങളോളം പിണങ്ങി 2 റൂമിൽ കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും മരണപ്പെടുകയാണ്.
രാത്രി മരിച്ചു, വഴക്കിട്ട് രണ്ടുപേരും 2 റൂമിൽ പോയി കിടന്നുറങ്ങി. രാത്രി ഭർത്താവ് മരണപ്പെട്ടു. 9 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭാര്യ ഇതറിയുന്നത്. ഭർത്താവ് മരിച്ചത് അറിഞ്ഞില്ല, കൂടെ ഇല്ലല്ലോ. വാശിയും കുറുമ്പൊക്കെ മാറി അവസാനം ചെന്ന് നോക്കുമ്പോ തന്നെ മരിച്ച് മരവിച്ചു പോയിട്ടുണ്ട്. പാതി അടഞ്ഞ കണ്ണുകളും പാതി തുറന്നു കിടക്കുന്ന വായയും ചുരുണ്ടുകൂടിയ അവസ്ഥയുമായിട്ട് കിടക്കാണ്. മരിച്ചിട്ടുണ്ട് ഭർത്താവ്. കഴിഞ്ഞ 5 വർഷമായി ഇന്നും അവരെന്റെ ചികിത്സയില. അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും അവര് കരഞ്ഞോണ്ടിരിക്കുക. എവിടെ കൊണ്ട് തീർക്കും? എവിടെ കൊണ്ടുപോയി കളയും ഈ ദുഃഖം? അതേ ക്ലിനിക്കിൽ ഉണ്ടായ മറ്റൊരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് വിട പറയാണ്. പ്രായമായ 80 വയസ്സും 75 വയസ്സുമായ ഒരു വല്യമ്മയും വല്ലിപ്പേ, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഹലോ, ചായ എല്ലാവർക്കും കൊടുക്കൂലേ? ഉണ്ട്, ബാക്ക് വരെ എത്താനുള്ള ചായ ഉണ്ട് കേട്ടോ. സംഗതി ചായ കൊടുത്തു തുടങ്ങുമ്പോഴേ ബാക്കിലുള്ളവർക്കൊക്കെ ഒരു ആദ്യ പടച്ചോനെ കയ്യോ അങ്ങോട്ട് എത്തൂലേന്ന്. എല്ലാവർക്കും എത്തും. സമൂസയും ചായയൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടാ. അതുകൊണ്ട് ചായയിലേക്കും സമൂസേന്റെയും കൂടെ നിങ്ങളെ ശ്രദ്ധ പോവല്ലേ. ഇതും കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. 80 വയസ്സായ ഒരു വല്ലിപ്പയും 75 വയസ്സായ ഒരു വല്യമ്മാനെയും കൊണ്ട് പേരക്കുട്ടികൾ കൗൺസിലിങ്ങിന് വരിക. തമ്പുരാനെ, ഞാൻ പേടിച്ചുപോയി. എന്തിനായി പ്രായമായി ഉമ്മാനും ഉപ്പാനെയും കൗൺസിലിങ്ങിന് കൊണ്ടുവരണെന്ന് ചിന്തിച്ചിരിക്കുമ്പോ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് ഗൗരവമേറിയ പ്രശ്നം. വല്യപ്പാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണം, വല്യമ്മാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ട. ഇതാണ് പ്രശ്നം. ഒരുപക്ഷെ നമ്മളൊക്കെ വീട്ടിലുള്ള അനുഭവങ്ങളായിരിക്കില്ലേ? വല്യപ്പാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണം, വല്യമ്മാക്ക് ഫാന് വേണ്ട. കാര്യം നിസ്സാരല്ലേ? ഉത്തരം വീട്ടിൽ തന്നെ കൊടുത്തു, പരിഹാരം വീട്ടിൽ തന്നെ നിർദ്ദേശിച്ചു. വല്യ മോൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, വാപ്പ റൂമ് കിടക്കട്ടെ, ഉമ്മ റൂമ് കിടക്കട്ടെ, വാപ്പ ഫാനിട്ട് കിടന്നോട്ടെ, ഉമ്മ ഫാനിട്ടണ്ട. പക്ഷെ പ്രശ്നം അവിടെ തീർന്നില്ല. ഉമ്മയും വാപ്പയാണെങ്കിൽ 2 റൂമ് കിടക്കൂല. ഓല് പറയാ ഞങ്ങള് 2 റൂമ് കിടക്കൂല. ഉടനെ ചെറിയ മോൻ ഇടപെട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ 2 റൂമ് കിടക്കണ്ട, 2 കട്ടിൽമ കിടന്നോട്ടെ. വാപ്പാന്റെ കട്ടിലൊരു മൂലയിലും ഉമ്മാന്റെ കട്ടിലൊരു മൂലയിലും. നമുക്ക് ഫാൻ എന്ത് ചെയ്യാം? വാപ്പാന്റെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം. ഉമ്മാക്ക് ഫാന് വേണ്ട. പ്രശ്നം വീണ്ടും ഗുരുതരായി. ഉമ്മയും വാപ്പയും വല്യമ്മയും വെല്ലിപ്പയാണെങ്കിൽ 2 കട്ടിൽമേലും കിടക്കൂല. പ്രശ്നം സോൾവ് ചെയ്യണ്ടേ? ചെറിയ പേരക്കുട്ടി ഇടപെട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്ക. ആയിക്കോട്ടെ, 2 റൂമിലും കിടക്കണ്ട, 2 കട്ടിൽമേലും കിടക്കണ്ട, ഒരു കട്ടിൽമ തന്നെ കിടന്നാൽ മതി. നിങ്ങൾക്ക് 2 കുറച്ച് നീങ്ങി കിടക്കാൻ പറ്റുമോന്ന്. 2 കുറച്ച് നീങ്ങി കിടക്കാൻ പറ്റുമോന്ന്. ഉമ്മ ജനലിന്റെ സൈഡിലേക്ക് നീങ്ങിക്കോട്ടെ, വാപ്പി അരൂക്ക് നീങ്ങിക്കോട്ടെ, പാപ്പാന്റെ സൈഡിലേക്ക് മാത്രം നമുക്ക് ഫാന് തിരിച്ചു കൊടുക്കാം. പ്രശ്നം അവിടെ നിന്നില്ല. ഓല് നീങ്ങി കിടക്കാനും തയ്യാറല്ല. അതാണ് സ്നേഹം. അതാണ് പ്രിയപ്പെട്ടവരെ വറ്റാത്ത സ്നേഹം. മവദ്ദത്ത് എന്ന് പറയുന്നത് അതാണ് ഖുർആനിൽ പറയുന്നത്. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് മവദ്ദത്ത്? എന്താണ് ആ സ്നേഹം? എന്താണ് ആ പ്രേമം? എന്താണ് ആ കാരുണ്യം? ഇതാണ് പ്രിയപ്പെട്ടവരെ ആ സ്നേഹം. ഇതാണ് ആ കാരുണ്യം. അതാണ് ഉമ്മാക്കും ഉപ്പാക്കും ഇടയിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവേണ്ടത്. ഭാര്യയും ഭർത്താവും അല്ല ഇസ്ലാമില്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. ഭരിക്കുന്നവനോ ഭരിക്കപ്പെടുന്നവളോ അല്ല ദീനില്. ഇണകളാണ്, സൗജാണ്. സൗജ് എന്ന് പറഞ്ഞാൽ തനാഖഹത്തുൽ അസ്ജാർ, വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ. അതുമല്ലെങ്കിൽ വെള്ളത്തിൽ മണ്ണിലേക്ക് ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളി എന്നാണ് അർത്ഥം. മണ്ണിലേക്ക് ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളി, ആ മണ്ണിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റൂല. വസ്ത്രത്തിനോട് ഉപമിച്ചിട്ടുള്ളത് ഇണകളെ. എന്റെ വസ്ത്രം എന്റെ അലങ്കാരമാണ്, എന്റെ വസ്ത്രം എന്റെ ഭംഗിയാണ്, എന്റെ വസ്ത്രം എന്റെ ന്യൂനതകളെ മറച്ചു വെക്കുന്നതാണ്, എനിക്ക് എന്റെ സംരക്ഷണമാണ്. പരസ്പരം സംരക്ഷണമായി മാറേണ്ടതുണ്ട്, പരസ്പരം ഭംഗിയായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇണകൾക്കിടയിൽ സ്നേഹം വഴിഞ്ഞൊഴുകുമാറാവട്ടെ. ഉമ്മയും ഉപ്പയും അത്രയേറെ പരസ്പരം സ്നേഹിക്കുന്നവരാവട്ടെ. മക്കൾ ആ സ്നേഹ വലയത്തിനുള്ളിൽ തളച്ചിടേണ്ടതുണ്ട്. നമ്മളെ കുട്ടികളെ പുറത്തൊക്കെ പറഞ്ഞേക്കണം, അന്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞേക്കണം, വിദ്യാഭ്യസിക്കട്ടെ അവര്. നിങ്ങൾ ചൈനയിലും പോയി വിദ്യാഭ്യസിക്കണം എന്നാണ് പ്രവാചകൻ ഉപദേശിക്കുന്നത്. ചൈനയിലും അതിനപ്പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയി അവര് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി വിദ്യാഭ്യസിക്കട്ടെ. പക്ഷേ ആ പട്ടത്തിന്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വി ഹാവ് അവർ ഓൺ ഐഡന്റിറ്റി. നമുക്ക് നമ്മുടെ ഒരു ഐഡിയോളജി ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കണം. കൂടെയുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ, എന്ത് തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവരുമായിക്കോട്ടെ, പക്ഷെ ഞാൻ ചീത്തയാവുകയില്ല, ഞാൻ മോശമാവുകയില്ല,
ഞാൻ ചീത്ത കാര്യങ്ങളിലേക്ക്, ലഹരികളിലേക്ക്, ഞാൻ അഡിക്ഷനുകളിലേക്ക്, ഞാൻ മറ്റു ലൈംഗികതകളിലേക്ക്, അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് മക്കളെ നമ്മൾ മോൾഡപ്പ് ചെയ്യേണ്ടതുണ്ട്. മക്കളെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കൺകുളിർമയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. കൺകുളിർമയാണ്. കണ്ണിന് കുളിരേകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. നമ്മളെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ എന്നും കണ്ണിന് കുളിരേകുമാറ് പടച്ചോൻ സംരക്ഷിക്കുമാറാവട്ടെ. അതിനുള്ള ശേഷിയും ശക്തിയും പ്രയത്നിക്കാനുള്ള മനസ്സും റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് അതൊന്നും ഇവിടെ ഉപേക്ഷിച്ചു പോവാതെ നമ്മോടൊപ്പം, നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട്, കൂടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ മസ്കനുകളിലേക്ക് പ്രവേശിക്കുവാനും ആ വീടിന്റെ മനോഹാരിത, ആ വീടിന്റെ സന്തോഷം, ആ വീടിന്റെ ആനന്ദം, ആ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുളിര്, അതിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.